ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के अति पवित्र नाम की धन्यवाद हो। വീണ്ടും ഒരു അനുഗ്രഹമേറെ ഞായറാഴ്ച കൂടി നമുക്കൊന്നിച്ച് ദൈവിക പാദപീഠത്തിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. फिर एक और अनुग्रह से भरा हुआ एक रविवार के समय पे हम सब इकट्ठे हो पाए और परमेश्वर के नाम की धन्यवाद कर पाए। इसलिए परमेश्वर के नाम की धन्यवाद। വാക്യമാണെങ്കിലും വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ദൈവം തന്റെ ചെറുകൻ മറവിൽ നമ്മളെ ഭദ്രമായി പരിപാലിക്കുവാനിടയായി തീർന്നു. और हर बार ये जो है बात कहते हैं, परमेश्वर ने हम हर एक को जो है अपने जो पंखों के आड़ में जो है रक्षा जो है बचा के रखा। നമ്മുടെ ചുറ്റും രോഗങ്ങൾ നിറഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറെക്കുറെ എല്ലാവരെയും രോഗങ്ങൾ വരാതെ കർത്താവ് കാത്തു. രോഗങ്ങൾ വന്നവരെ മറ്റൊരു സ്റ്റേജിലേക്ക് പോകാതെ കർത്താവ് ഭദ്രമായി പരിപാലിക്കുവാനിടയായി തീർന്നു. और हम में से बहुत सारे थे जो रोग से पीड़ित थे, लेकिन परमेश्वर ने हम सबको जो है बचा के रखा ताकि हम एक दूसरे जो है लेवल पे नहीं गए। हम जहां थे उसमें से एक चंगाई जो है परमेश्वर ने हमें दिया। വീണ്ടും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഹോസ്പിറ്റലിലായിരിക്കുന്നവർ, ശാരീരിക ക്ഷീണമുള്ളവർ, അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. और हम हर एक व्यक्तियों को जो है हर एक व्यक्ति जो हॉस्पिटलाइज्ड है और जो रोग से पीड़ित है, उन सबको भी हमें जो है याद करके प्रार्थना करना है। നമ്മുടെ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. और हमारे बच्चों को भी परमेश्वर आशीषों से भर दे। എല്ലാവർക്കും വേണ്ട ദൈവകൃപകൾ ഈ ഒരാഴ്ചയും ദൈവം ധാരാളമായി തരട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. और हर एक व्यक्तियों को ये जो हफ्ते दरमियान जो कृपा की जरूरत है, वो कृपा से और आशीषों से परमेश्वर आपको भर दे। സാക്ഷ്യങ്ങൾ പറഞ്ഞ സഹോദരന്മാർക്കായി അവരുടെ കുടുംബങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और गवाही कहे गए और भाई बहन और उनके परिवार को जो है मैं परमेश्वर की धन्यवाद चढ़ाता हूँ। പ്രത്യേക പ്രതിമകൾ പറഞ്ഞ വാക്യം ഞാൻ വളരെ ശ്രദ്ധിക്കാനിടയായി തീർന്നു. മരണത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. और जिस तरीके से प्रदीप अंकल ने जो बताया कि हमें मृत्यु से डरने की कोई जरूरत नहीं है। മരണത്തെക്കുറിച്ച് ചില മനോഹരമായ വാക്യങ്ങൾ ബൈബിളിൽ കാണുവാൻ കഴിയുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് പ്രസാദകരമാണ്. और मृत्यु के बारे में जब हम कहते हैं तो उसके अंदर कुछ वचन हमने जो है हम जो है बाइबल में हम सुनते हैं। മറ്റൊരു ഭാഗത്ത് പൗലോസ് പറഞ്ഞ വാക്യം ഇതാണ്: എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തുവുമാകുന്നു. और दूसरे एक जगह पर जो है पौल ये कहता है कि अगर मैं मर जाऊं तो वो मुझे फायदेमंद बात है, और अगर मैं जीता हूं तो मैं परमेश्वर में जीता हूं। മറ്റൊരു ഭാഗത്ത് കാണുകയാണെങ്കിൽ ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യമുള്ളവർ. और दूसरे एक जगह पर जो कहते हैं कि जो परमेश्वर के जो यीशु मसीह के नाम से जो मृत्यु जो मरते हैं वो भाग्यशाली है। മരണം എന്നുള്ളത് ഒരു യഹോവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഏറ്റവും വലിയ പ്രത്യാശയുടെ ആരംഭത്തെ കുറിക്കുന്ന ഭാഗം മാത്രമാണ്. और मृत्यु जो है अगर हम कहे तो अगर एक परमेश्वर का भक्त जो है एक बहुत फायदेमंद बात है और एक नया शुरुआत है, हम कह सकते हैं। അപ്പോൾ എത്രയും വേഗത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ കഴിയുമോ അത്രത്തോളം സന്തോഷം നമുക്ക് ഉണ്ടാകുവാൻ കഴിയണം. और हमें इस बात की खुशी होनी चाहिए कि हम जितना जल्दी हो सके हम परमेश्वर के सन्निधि में हम जो है जा सके। പക്ഷെ അപ്പോൾ തന്നെ ദൈവം നമ്മളെ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്ന ദൈവിക ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാനും ചെയ്യുവാനും കഴിഞ്ഞോ എന്നുള്ള ചോദ്യം കൂടി ഓരോ ദിവസവും നമുക്ക് സ്വയം ചോദിക്കുവാൻ കഴിയണം. और साथ ही साथ हर दिन हमें ये सवाल भी खुद से पूछना है कि क्या परमेश्वर ने मुझसे जो कहा गई बातें हैं या फिर परमेश्वर ने मुझे जो चीजें सौंपे हैं, क्या मैं वो कर पाया कि नहीं कर पाया। ഈ ദിവസങ്ങളിൽ അധികം പ്രത്യാശയോടെ അധികം ശ്രദ്ധയോടെ ദൈവത്തിന് ഒരുങ്ങി ക്രിസ്തുവിനെ മണവാട്ടി എന്ന ആ അതേ അവസ്ഥയിൽ ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. और इस जो है आने वाले दिनों में और इस दिनों में हमें इस तरीके से जो है एक तैयारी के साथ हम एक परमेश्वर से हमें मिलना है, ये एक तैयारी के साथ जो है हमें रहना है। ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഒന്നിച്ച് ദിവസനായിരിക്കാം. और हम सब जो है प्रार्थना में भर के जो है बैठिएगा। ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് ദിവസനായിരിക്കാം. और हम सब जो है प्रार्थना में भर के जो है बैठिएगा ताकि आज का जो प्रचार है, आज का जो वचन है, वो हम सबको जो है एक आशीष का कारण बने और एक छुटकारे का कारण बने। ഒരുപക്ഷെ നിങ്ങൾ ഈ ഇന്നത്തെ മെസ്സേജ് മറ്റെവിടെങ്കിലും ലൈവ് ഏതെങ്കിലും മാധ്യമത്തിലൂടെയോ മറ്റോ കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റേത് സഭകളുടെ കൂടുതൽ ആൾക്കാരെയും ഇന്നത്തെ പ്രസംഗത്തിന്റെ വിഷയം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്.
और अगर आज का अगर मैसेज आपने कहीं और कहीं पे भी लाइव या फिर और कहीं पे भी अगर आपने सुना है, तो आज का जो प्रचार के पीछे का जो मीनिंग ये है कि अपना परमेश्वर जी उठा है। നമ്മളിൽ പലരുടെയും വാട്സാപ്പിന്റെ സ്റ്റാറ്റസും ഇന്ന് റിസറക്ഷനെ കുറിച്ചാണ് ചിലർ രജിസ്റ്റർ ഇടുന്നു. ആ രീതിയിലാണ് പലരും ഇന്ന് ആ ദിവസത്തെ കാണുന്നത്. और हम सबका जो है व्हाट्सएप का जो स्टेटस अगर हम देखें, तो भी उसके उसके पीछे का जो है मीनिंग यही है कि अपना परमेश्वर जी उठा है। എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി മെസ്സേജ് കേട്ടവരായതുകൊണ്ടും നമ്മളത് എല്ലാ വർഷവും മാത്രം ആചരിക്കാൻ വിളിക്കപ്പെട്ടവരല്ലാത്തത് കൊണ്ടും മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. और हमें जो हम हर साल जो है इसे मनाते हैं और हम बहुत ज़्यादा डीपली इस बात को नहीं मनाते हैं। इस वजह से मैं आपको जो है मैं दूसरे एक और भाग के और जो है मैं आपका जो है ध्यान को मैं ले जाना चाहता हूँ। ഇന്ന് പകൽ നിങ്ങളോട് വചനം ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിലേക്ക് നൽകി തന്നത് 4 കുടുംബങ്ങളെ കുറിച്ചാണ്. और आज इस सुबह के समय आपसे जो वचन मैं बताना चाहता हूँ, पवित्र आत्मा मुझसे जो है 4 परिवार के बारे में जो है एक वचन है, वो मैं आपसे बताना चाहूँगा। ആക്ച്വലി 6 കുടുംബങ്ങളെ കുറിച്ച് വചനത്തിലെ 6 കുടുംബങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും നമ്മുടെ സമയത്തിന്റെ പരിമിതികൾ മൂലം അത് 4 ആക്കി ചുരുക്കുവാനിടയായി തീർന്നു. और मैं जो है 6 परिवार के बारे में जो है मैं आपसे बताना चाहता हूँ, लेकिन क्योंकि समय की कमी है, इस वजह से मैं आपको जो है 4 परिवार के बारे में जो है मैं बताना चाहता നമുക്കറിയാവുന്ന ചില കുടുംബങ്ങളും എന്നാൽ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാത്ത ചില കുടുംബങ്ങളും ഇതിനകത്തുണ്ട്. हूँ। और ऐसे परिवार भी है कि हम जिनको जानते हैं और ऐसे परिवार भी है जिसे हमें जो है जानना बहुत ज़रूरी है। ഒന്നാമത്തെ കുടുംബം ഇസ്രായേലിന്റെ മഹാപുരോഹിതനായിരുന്ന ഏലിയുടെ കുടുംബമാണ്. और अब जो पहला एक परिवार है, वो इस्राएल का महायाजक जो है वो एली, उसका परिवार के बारे में है। രണ്ടാമത്തെ കുടുംബം ഇസ്രായേലിന്റെ അനുഗ്രഹ പുരോഹിതനായിരുന്ന അഹരോന്റെ കുടുംബത്തെ കുറിച്ചാണ്. और दूसरा परिवार है जो इस्राएल का जो है एक अनुग्रह व्यक्ति है, हारून जो है उसके परिवार के बारे में है। മറ്റ് 2 കുടുംബങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന കുടുംബങ്ങളാണ്. और दूसरे 2 परिवार है, वो अपोस्तल की किताब में जो है हम देख सकते हैं, वैसे അവിടെയും परिवार है। അവിടെയും ഒരു പുരോഹിതന്റെ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ പേര് സ്കേവ എന്നുള്ളതാണ്. और वहाँ पे भी एक याचक का एक परिवार है, उनका नाम भी जो है स्केवा है। നാലാമത്തെ വ്യക്തിയെ കുറിച്ച് നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. സുവിശേഷകനായ ഫിലിപ്പോസ് എന്നൊരു വ്യക്തിയാണ്. और दूसरे व्यक्ति के बारे में हर एक जानते हैं, वो उनका नाम है फिलिपोस। ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വളരെ ആഴത്തിൽ ഇടപെട്ട ചില ദൈവിക ആലോചനയാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. और मैं आपके सामने ये बात जो है मैं बताना चाहता हूँ, जो है पवित्र आत्मा ने कुछ दिनों में मेरे दिलों से जो बात किया, वो मैं बातें आपके सामने जो है मैं रखना चाहूँ। ഈ ദൈവിക സന്ദേശം എല്ലാ പേരൻസിനും ഉള്ളതാണ്. और ये जो परमेश्वर का जो संदेश है, वो हर एक पेरेंट्स के लिए है। ഈ സന്ദേശം എല്ലാ യുവജനങ്ങൾക്കും ഉള്ളതാണ്. और ये जो संदेश है, वो हर एक युवानों के लिए है। ഈ സന്ദേശം എല്ലാ ദൈവിക ശുശ്രൂഷക്കാർക്കും ഉള്ളതാണ്. और ये जो संदेश है, वो हर एक व्यक्तियों के लिए है जो परमेश्वर की वचन लेके जो चलते हैं। ഈ 4 കുടുംബത്തിൽ നിന്നും വളരെ ആഴമേറിയ ദൈവിക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. ये इन 4 बातों को जो है अगर हम 4 परिवारों को अगर हम देखते हैं, तो हम देख सकते हैं, हम परमेश्वर की अन्य बातों को जो है हम ഓക്കെ, വളരെ പ്രാർത്ഥനയായിരിക്കാം. മെസ്സേജിനിടയ്ക്ക് തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. और आप जो है काफी प्रार्थना में भरे रहिएगा और मैसेज के बीच में कोई रुकावट ना आए, इसलिए आप काफी प्रार्थना में भरे रहिएगा। ഒന്നാമത്തെ കുടുംബത്തെ വായിക്കാം. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 3 വേഴ്സ് 11 onwards. और पहले परिवार के बारे में हम पढ़ते हैं, फर्स्ट शमूएल चैप्टर 3 वर्स 11 onwards हम जो है पढ़ेंगे। ഞാൻ തന്നെ ആ വാക്യങ്ങൾ ഇവിടെ തന്നെ വായിക്കാം. और हम वो परिवार के बारे में हम जो है पढ़ेंगे। 1 ശമൂവേൽ 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ ഏലി എന്ന പുരോഹിതന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞ വാക്യപ്രകാരം കാണുകയാണ്. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി 2 മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും
അവരെ ശാസിച്ചമർത്തായികൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. और यहाँ हम पढ़ सकते हैं, यहोवा ने शमूएल से कहा, सुन मैं इज़राइल में एक काम करने पर हूँ, जिससे सब सुनने वालों पर बड़ा सन्नाटा छा जाएगा। उसी दिन मैं एली की विरुद्ध वह सब कुछ पूरा करूँगा, जो मैंने उसके घराने के विषय में कहा। इसे असंभव से अंत तक पूरा करूँगा, क्योंकि मैं उसको यह कहकर जता चुका हूँ कि मैं उसके अधर्म का धड़ जिससे वह जानता है, सदा के लिए उसके घर का न्याय करूँगा, क्योंकि उसके पुत्र शापित हुए हैं और उसने उन्हें नहीं रोका। ഒരു കുടുംബത്തിൽ, ഒരു പുരോഗത കുടുംബത്തിൽ കേൾക്കുവാൻ കഴിയുന്ന ഏറ്റവും വേദനാജനകമായ ദൈവിക സന്ദേശമായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയുന്നു. और एक परिवार के बारे में जब हम पढ़ते हैं, तो उस परिवार के बारे में एक बहुत दुखी एक खबर है, वैसे हम पढ़ सकते हैं। ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ ഏലിയുടെ കുടുംബത്തിൽ ചെയ്ത കാര്യം അത് കേൾക്കുന്നതിന്റെ ചെവി രണ്ടും മുഴങ്ങും. और मैं जो एली के घर पे जो मैं करने वाला जो बात है, ये सुनकर सबके कान जो है बजेंगे। ഞാൻ അവനെ കുറിച്ച് എന്തെല്ലാം കൽപ്പിച്ചുവോ അതെല്ലാം ഞാൻ ചെയ്യാൻ പോവുകയാണ്. और मैंने एली के बारे में जो कुछ कहा था, वो सब कुछ होने वाला है। എന്താണ് ഏലിയുടെ മേൽ വന്ന തെറ്റ്? और क्या जो एली जो याचक है उसके घर पे या फिर उसके घराने में या फिर एली ने क्या गलती किया, वो हम देख सकते हैं। ഏലി പുരോഗതൻ ചെയ്ത തെറ്റായിട്ട് ദൈവം കണ്ടെത്തിയ കാരണം ഇതാണ്. വേഴ്സ് 13, അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞു, എന്നിട്ടും അവരെ ശാസിച്ച് അമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിൽ എന്നേക്കും ശിക്ഷ വിധിക്കും. और एली के घराने में क्या मतलब एली ने क्या गलती किया, ये हम जो है 13वें कलम में हम पढ़ सकते हैं, क्योंकि उनके जो पुत्र थे वो अधर्म के जो है काम कर रहे थे, अधर्म की बातें कर रहे थे, उसके बावजूद एली ने उनको नहीं रोका। ये जो है एली की गलती है। എന്നാൽ ഏലി തന്റെ മക്കളെ ശാസിച്ചായിരുന്നുവെന്ന് ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. और हम देख सकते हैं कि एली ने अपने बच्चों को जो है रोकने की कोशिश किया था, ये भी हम वचन में हम पढ़ सकते हैं। ഏലി ശാസിച്ചത് ഒരു ഓപ്ഷണൽ രീതിയിലാണ്. അവരെ ശാസിച്ച് അമർത്തുകയോ ശാസിച്ച് ഒതുക്കുകയല്ല ചെയ്തത്. और एली ने जिस तरीके से अपने बच्चों को रोका, वो एक ऑप्शनल तरीके से था। मतलब ऐसा नहीं कि स्ट्रिक्टली उनको जो है रोकने की कोशिश किया। एली ने जो किया वो ऐसा था कि हाँ, तुझे करना है तो कर, वरना मत कर। ഏലി ദൈവത്തെക്കുറിച്ചും പറഞ്ഞു, മക്കളുടെ പാപത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. പക്ഷെ പറയേണ്ടതായ രീതിയിൽ, പറയേണ്ടതായ അതിന്റെ റെസ്പോൺസിബിൾ രീതിയിൽ അവൻ ഒരിക്കലും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. और एली ने जो किया वो मतलब एक रेस्पॉन्सिबल तरीके से नहीं किया था। एली ने जो किया मतलब जिस तरीके से अपने बच्चों को रोक लगाना था या फिर डांट लगाना था, उस तरीके से एली ने नहीं किया। एली ने अपना रेस्पॉन्सिबिलिटी के मुताबिक जो है अपने बच्चों को नहीं रोका। വായിക്കാം ചാപ്റ്റർ 2 വേഴ്സ് 25. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവനോട് ആരപേക്ഷിക്കും എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ 24-ാം വാക്യം വിട്ടുപോയി. 24-ാം വാക്യം ചേർത്ത് പറയുകയാണ്, അങ്ങനെ അരുത് എന്റെ മക്കളെ, ജനം യഹോവയുടെ ജനം നിങ്ങളെ കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. അടുത്ത വാക്യം ഞാൻ വീണ്ടും വായിക്കുന്നു. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആരപേക്ഷിക്കും എന്ന് പറഞ്ഞു. और यहाँ पे हम 24वें और 25वें कलम में हम देख सकते हैं कि अगर एक मनुष्य के खिलाफ कुछ गलत काम करते हैं, तो उसके लिए हम परमेश्वर के सामने हम माफी मांग सकते हैं। लेकिन अगर एक मनुष्य अगर परमेश्वर के खिलाफ अगर कुछ गलत काम करते हैं, तो फिर वो किसके सामने वो जो है वो माफी या फिर वो याचना वो जो है कर सकते हैं। ഏലി ഈ കാര്യം ഒരു ഓപ്ഷൻ രീതി പറഞ്ഞുവെങ്കിലും അവരനുസരിച്ചില്ല. ദൈവത്തിന്റെ പദ്ധതികളും മാറ്റിയില്ല. और एली ने जो है अपने बच्चों को ये एक ऑप्शनल तरीके से जो है एली ने ये सारी बातें अपने बच्चों से कहा, लेकिन जो है वो बच्चों ने वो बातें भी नहीं सुने, और जो परमेश्वर जो करने वाला था, परमेश्वर ने उस पे भी रोक नहीं लगाया। എന്തുകൊണ്ട് ഏലി പുരോഗതിന്റെ മക്കൾ ഈ വാക്ക് അനുസരിക്കുവാൻ ഇടയായി തീർന്നില്ല? और किस वजह से जो है एली के जो बच्चों ने जो है इन बातों को नहीं माना? അതിന്റെ ആൻസർ ആണ്
സെയിം 25-ാം വാക്യം അതിന്റെ അവസാന ഭാഗത്ത് കാണുകയാണ്, എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചത് കൊണ്ട് അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. क्योंकि उसके आखिरी कलमों में 25वें आखिरी वचनों में हम देख सकते हैं, क्योंकि यहोवा की इच्छा उन्हें मार डालने की थी, इस वजह से जो है उन्होंने अपने पिता की बातों को नहीं माना। അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി ആഴമേറിയ ദൈവിക സത്യങ്ങൾ കിടപ്പുണ്ട്. और यहाँ पे हमें समझने लायक बहुत सारे परमेश्वर की जो है डीप जो है छुपी हुई बातें हैं। ഒരു പിതാവിന്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെ ആയിരിക്കണം എന്ന് വചനം കാണിച്ചു തരുന്നു. और यहाँ पे एक पिता का एक रिस्पॉन्सिबिलिटी किस तरीके से होना चाहिए वो जो है वचन बताता है। അപ്പനെയും അമ്മയും പൂർണ്ണമായും അനുസരിച്ചാൽ മരണം മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. और अगर माँ बाप की बातें अगर पूरी तरीके से हम अगर मान ले तो मृत्यु हमसे दूर हो जाएगा, ये भी जो है वचन में लिखा हुआ है। ദൈവത്തിന്റെ ആത്മാവ് കൂടെ കൂടെ ഓർമ്മിപ്പിച്ചിട്ടും മാനസാന്തരപ്പെടുവാനും മടങ്ങി വരുവാനും വിട്ടുകളയാനും മനസ്സിലാത്തതിന്റെ കാരണം ദൈവത്തിന് അവരെ കുറിച്ച് പദ്ധതിയില്ല എന്നും ദൈവം അവരെ കുറിച്ച് അനർത്ഥങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞുമെന്ന് ബൈബിൾ ഓർപ്പിക്കുകയാണ്. और क्योंकि माँ बाप ने जो है बार बार बताने के बाद भी वो इसे समझ नहीं पाए और वो इनको ग्रहण नहीं कर पाए, क्योंकि परमेश्वर का जो इच्छा जो था उनके ऊपर से खत्म हो चुका था और परमेश्वर का इच्छा उनको मार डालने का था। इस वजह से जो है वो ये समझ भी नहीं पाए, ना ही वो ये बातों को जो है मान पाए। ഇനി ഇവരെന്താണ് ചെയ്ത പാപങ്ങൾ അതുകളെ വേഗത്തിൽ നിന്ന് ഷോർട്ടായിട്ട് ഓർപ്പിച്ചു വിടാം. और इन बच्चों ने क्या क्या किस तरीके का जो है पाप किया था, ये बातों को जो है मैं आपको बताना चाहूंगा। നമ്മൾ ചാപ്റ്റർ 2 അതിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, ദൈവാലയത്തിൽ യാഗങ്ങൾ കഴിക്കുവാൻ യാഗവസ്തുവുമായി ജനങ്ങൾ കടന്നു വരുമ്പോൾ യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വസ്തുക്കൾ ഈ ഏരിയയുടെ മക്കളുടെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകും. और जब परमेश्वर के सन्निधि में या फिर जो है याग चढ़ाने के लिए या फिर जो है याग वस्तु को जो लेके आते थे, उस समय पे क्या करते थे कि ये लोग जब इसको बलि चढ़ाने से पहले जो बलि वस्तु है इसको लेके चले जाते थे। ദൈവത്തിന് കൊടുക്കുവാൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇവർ മോഷ്ടിച്ചു കൊണ്ടുപോയി ബലപ്രയോഗം നടത്തി കൊണ്ടുപോകുന്ന അവസ്ഥകൾ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. और परमेश्वर मतलब वो जब कलीसिया में जो है वो बलि चढ़ाने के लिए जो वस्तु लेकर आते थे, वो ये जो है बल प्रयोग करके यानी कि अपना ताकत लगा के जो है ये क्या करते थे, परमेश्वर को जो बलि चढ़ाना है वो उसे जो है लोगों के हाथ से छीन के या फिर चुरा के लेके चले जाते थे। ചാപ്റ്റർ 2:17 ഞാൻ വായിക്കുന്നു, ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചത് കൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. और इस कारण जो है क्योंकि उन्होंने जो है परमेश्वर की दृष्टि में बहुत भारी हुआ, मतलब उनका पाप परमेश्वर की दृष्टि में बहुत भारी हुआ, इस वजह से जो है परमेश्वर ने उनको जो है तिरस्कार कर दिया। ദൈവിക കാര്യങ്ങളെ അവർ നിന്ദിച്ചു കളഞ്ഞതുകൊണ്ട്, ദൈവിക വഴിപാടുകളെ യാഗങ്ങളെ ദൈവിക വസ്തുക്കളെ അവർ നിന്ദിച്ചതിനാൽ, പ്രവൃത്തിയിൽ കൂടെ നിന്ദിച്ചതിനാൽ അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു. क्योंकि इसी तरीके से जो है उन्होंने परमेश्वर की बातों को और जो है बलि वस्तुओं को या फिर परमेश्वर की जो अच्छी बातों को जो है तिरस्कार कर दिया, इस वजह से परमेश्वर के आंखों में जो है उनका पाप एक बहुत बड़ा पाप बन गया। ഈ പാപം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വലിയൊരു പാപം തന്നെയാണെന്ന് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. और ये इन्होंने जो किया गया जो पाप है, ये पुराने नियम में और नए नियम में एक बहुत बड़ा पाप के समान जो है माना गया है, ऐसा बताया गया है। ദൈവിക കാര്യങ്ങൾ ഉദാസീനതയോടെ ചെയ്യുന്നവൻ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് വചനം പഠിപ്പിച്ചു തരുന്നു. और परमेश्वर की जो काम है, अगर परमेश्वर का काम अगर कोई लेजीनेस से करे, यानी कि उनमें कुछ मतलब उनको परमेश्वर के कामों में कोई इच्छा नहीं है, उस तरीके से अगर परमेश्वर के कामों को करे तो परमेश्वर उसे एक पाप के समान मानता है। ഒന്ന് അവർ യഹോവയ്ക്കുള്ള കാര്യങ്ങളിൽ അവർ കൈകൾ വെക്കുവാൻ ഇടയായി തീർന്നു. और पहली बात, जो परमेश्वर को जो चीज जो देना चाहिए था उसके ऊपर जो है उनका जो है हाथ जो है जाने लगा। രണ്ട്, ദൈവാലയത്തിൽ വരുന്ന വ്യക്തികളെ അവർ ഉപദ്രവിക്കാൻ ഇടയായി തീർന്നു. और जो परमेश्वर की कलीसिया में जो लोग आते थे उनको जो है ये जो है उपद्रव जो है देने लग गए, मतलब उनके ऊपर जो है ये हमले करने लगे। അത് ഇമ്പോർട്ടന്റ് വാക്യമായതുകൊണ്ട് ഞാൻ വായിച്ചു പോകാം. ചാപ്റ്റർ 2:22, ഏലി വൃദ്ധനായപ്പോൾ അവന്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്തതൊക്കെയും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ സേവ എന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. അവൻ അവരോട്, നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്?
और जो है वो एक बहुत इंपॉर्टेंट कलम है। और एली तो अति बूढ़ा हो गया था, और उसने सुना कि मेरे पुत्र सारे इज़राइल से कैसा-कैसा व्यवहार करते हैं। वरन मिलाप वाले तंबू में द्वार पर सेवा करने वाली स्त्रियों से संग कुकर्म भी करते हैं। मतलब ये किस तरीके के जो है उनके हरकतें हैं, आप देख सकते हैं। ഇവർക്ക് ദൈവത്തോട് ഇഷ്ടമില്ലെങ്കിലും ആലയത്തിലുള്ള സ്ത്രീകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. और ये जो है ये परमेश्वर से ज़्यादा प्रेम नहीं करते थे, यानी कि परमेश्वर के जो है ज़्यादा निकट नहीं थे, लेकिन उसके बावजूद जो कलीसिया में आने वाली जो स्त्री थी, जो कलीसिया में आने वाली जो औरतें थी, उनसे ये लोग ज़्यादा जो है बहुत नज़दीक थे। ഇവർക്ക് ദൈവത്തോട് ബന്ധമില്ലെങ്കിലും ആലയത്തിൽ വരുന്ന വസ്തുക്കൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. और इनका जो है परमेश्वर से ज़्यादा रिश्ता निकट नहीं था, लेकिन उसके बावजूद जो कलीसिया में जो लोग सामान जो लेकर आते थे, या फिर जो बलि के लिए जो चीज़ें लेकर आते थे, उनसे ദൈവം बहुत ज़्यादा കൊടുത്ത इनका लगाव था। ദൈവം കൊടുത്ത ദൈവിക പദവികൾ, ദൈവം കൊടുത്ത ദൈവിക അധികാരങ്ങൾ, ദൈവിക സ്ഥാനങ്ങളെല്ലാം തിന്മയ്ക്ക് വേണ്ടി മാത്രം അവർ ഉപയോഗിക്കാനിടയായി തീർന്നു. और जो सारे स्थान परमेश्वर ने जो है अच्छे कामों के लिए, या फिर परमेश्वर के कामों के लिए करने के लिए जो स्थान दिया था, और जो है इनको जो सारे जो रिस्पॉन्सिबिलिटीज दिए थे, वो ये जो है खराब कामों में जो है गलत कामों में जो है ये उपयोग करने लगे। വിശുദ്ധി നിലനിൽക്കേണ്ട ദൈവാലയം, ദൈവത്തിന് മഹത്വമുള്ള ദൈവാലയത്തില് ഈ ചെറുപ്പക്കാർ മുഴുവൻ ചെയ്തത് ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ മാത്രമായിരുന്നു. और जो परमेश्वर की कलीसिया जहाँ पे पवित्रता होना चाहिए था, वो कलीसिया में जो है ये युवक ये जो है सारे गलत काम जो है करने लग गए। അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിൽ ഏലി പറഞ്ഞത്, മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, പക്ഷേ മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആരപേക്ഷിക്കും. और अगर इस वजह से एली ने जो है इनसे ये कहा कि अगर एक मनुष्य के खिलाफ जो है अगर कुछ गलत काम करता है, तो परमेश्वर से प्रार्थना करो, तो परमेश्वर माफ कर देगा। लेकिन परमेश्वर के खिलाफ अगर एक मनुष्य गलत काम करता है, तो किससे जो है हमें याचना हम कर पाएंगे? ये जो है एली इनसे कहता है। അവർ മത്സരിച്ചത് യഹോവയോടായിരുന്നു, ദൈവിക ആരാധനയോടായിരുന്നു. അതുകൊണ്ട് അവരെ കൊല്ലുവാൻ നിശ്ചയിച്ചു. और इनका जो कुड़कुड़ाना था, ये जो है परमेश्वर के खिलाफ था, और इनकी जो बातें थी, ये जो है परमेश्वर के बातों के परमेश्वर जो जिस बातों पे पसंद नहीं करते थे, ऐसे कामों में ये ज्यादा लग गए थे। എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത്, എന്റെ ഹൃദയം ഏറ്റവും മുറിവുണ്ടാക്കിയ വാക്യം ഇതാണ്. അതിന്റെ 25 അവസാന വാക്യം, എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചത് കൊണ്ട് അവർ അപ്പന്റെ വാക്കുകളെ കൂട്ടാക്കിയില്ല. और क्योंकि मुझे वो 25वें कलम के आखिरी कुछ वचन ने मुझे काफी जो है मेरे दिलों को जो है ठेस पहुंचाया, कि यहोवा की इच्छा थी कि उनको जो है मार दिया जाए। इस वजह से वो जो है उन्होंने अपने पिता की बातों को वो जो है समझ नहीं पाए। ഈ വാക്യം കേൾക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്റെ ലേസിനെസ്, എന്റെ ഉഴപ്പ്, എന്റെ അനുസരണമില്ലായ്മ, എന്റെ താല്പര്യമില്ലായ്മ, ഒരുപക്ഷെ ദൈവം എനിക്കെതിരെ അനർത്ഥം നിശ്ചയിച്ചുകൊണ്ട് ഞാൻ പോലും അറിയാതെ ഞാൻ ചെയ്തു പോകുന്നതാണോ ദൈവമേ എന്ന് ദൈവത്തോട് ചോദിക്കുവാൻ കഴിയണം. तो हम सबको क्या करना है, ये आखिरी वचनों को हमें समझ के जो है हमें परमेश्वर से प्रार्थना करना है। हे परमेश्वर, मेरी जो आलसीपना है, या फिर मेरे में जो लेजीनेस जो भरा हुआ है, क्या परमेश्वर ये इसलिए भरा हुआ है कि तेरा जो इच्छा है वो मुझसे उठ चुका है, या फिर तेरा इच्छा मुझे जो है मार देने के लिए है? हमें ये जो है याद करके हमें जो है समझ के जो है परमेश्वर से प्रार्थना करना है। നോക്കുക, ഏലിക്കും കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവാലയത്തെക്കാൾ ഇഷ്ടം മക്കളോട് മാത്രമായി മാറ്റപ്പെട്ടു. और हम एक और चीज यहाँ पे हम देख सकते हैं, एली को भी कुछ समय के बाद वो जो है परमेश्वर और परमेश्वर की कलीसिया जो है छोड़कर अपने बच्चों के ऊपर ज्यादा जो है उसको प्यार आ गया। വേഴ്സ് 29 and അവസാന ഭാഗം ഞാൻ വായിക്കുകയാണ്. അത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവസാന ഭാഗം വായിക്കുകയാണ്. എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴിപ്പിക്കുവാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? और जो है 29 के जो है आखिरी कलम हम देख सकते हैं कि तुम लोग मेरे इजरायली प्रजा की अच्छी अच्छी भेंट खा खा के मोटे हो जाते हो। क्या ये तुमने अपने बच्चों को इसलिए दिया क्योंकि तुम मुझसे और मेरे कलीसिया से ज्यादा प्रेम क्या तुम तुम्हारे बच्चों से करते हो? ദൈവം കണ്ടൊരു വലിയ പാവമാണ്. ഏലി പുരോഹിതൻ ദൈവത്തെക്കാൾ കൂടുതൽ തന്റെ മക്കളെ ബഹുമാനിക്കുവാനിടയായി തീർന്നു. और यहाँ पे आप एक चीज देखें कि
जो एली जो याचक है वो परमेश्वर से ज्यादा अपने बच्चों को जो है वो आगे जो है या फिर उनसे ज्यादा प्रेम जो है करने लग गए। ഞാൻ അത് ജസ്റ്റ് നമ്മുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന് പറയുകയാണ്. പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ ആത്മീക കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കയറി നിയന്ത്രിക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. और जो है हम उसे पारिवारिक तरीके से अगर हम देखें तो जब हमारे बच्चे जब हमारे पारिवारिक बातों को या फिर हमारे जो आत्मिक बातों को आगे आके लीड करने लगते हैं तो कभी कभार वो जो है एक गलत मोड़ जो है ले लेता है। ഇന്ന് പ്രാർത്ഥിക്കേണ്ടെന്ന് ചില വീട്ടിൽ കുഞ്ഞുങ്ങൾ പറഞ്ഞത് പ്രാർത്ഥനയില്ല. और ऐसे बहुत सारे परिवार है जहां पर बच्चे कहते हैं कि आज प्रार्थना नहीं करना, तो उनके घर पे प्रार्थना नहीं होता है। നോക്കുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഏലിക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാമോ? ഏലി ദൈവത്തെക്കാൾ കൂടുതൽ തന്റെ മക്കളെ മാനിക്കുവാൻ തുടങ്ങിയത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ചാപ്റ്റർ 3 വേഴ്സ് 13 പറയുകയാണ്, അവൻ തന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് അമർച്ച ചെയ്യുക കൊണ്ട് ദൈവം അവന്റെ കുടുംബത്തിന് ശിക്ഷാവിധി നിർണയിക്കുവാനിടയായി തീർന്നു. और यहाँ पे हम देख सकते हैं कि एली ने क्या किया, एली ने परमेश्वर से ज्यादा अपने बच्चों को जो है महत्व देना और मान सम्मान देना शुरू किया। और बच्चों ने क्या किया, बच्चों ने जो है परमेश्वर के खिलाफ जो है बातें कहने लग गए। और ये सुनने के बाद भी एली ने अपने बच्चों को नहीं रोका, ना ही शासना किया। ദൈവങ്ങളെ മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കാലഘട്ടം ആകുന്നവരെ നമ്മൾ അവരെ ശാസിച്ച് അമർച്ച ചെയ്യണം. ഓപ്ഷണൽ അഡ്വൈസ് അല്ല, ചെറിയ പേടിപ്പിക്കലല്ല. നമ്മൾ പറയുന്നത് അവരനുസരിക്കത്തക്ക രീതിയിൽ അവരെ ശാസിച്ച് നിയന്ത്രിച്ച് വളർത്തണമെന്നാണ് ദൈവത്തിന്റെ വചനം വളരെ ക്ലിയർ ആയി പഠിപ്പിച്ചു തരുന്നത്. और मैं आपसे ये जो है बात बताना चाहता हूँ कि कुछ उम्र तक जो अपने जो सारे बच्चे हैं उनको जो है हमें जो है हमें समझाना है, एक ऑप्शनल समझाना नहीं, ऐसे इस तरीके से समझाना है ताकि वो आपकी बातों को जो है मान सके, आपकी बातों को जो है सम्मान दे सके, ताकि वो एक उम्र तक जो है उनको जो है संभालना है और दबा के रखना है। ये जो है परमेश्वर के वचन से मैं आपसे कहना चाहता हूँ। തെറ്റുകളെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം കുടുംബങ്ങളിൽ. और हमारे परिवार में अगर कोई कुछ गलत करता है तो वो तुमने गलत किया है ऐसे उनको बताना है। ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുവാനുള്ള ആ ദൈവകൃപ ലഭിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. और ये बातें तुम्हें नहीं करना है ऐसा बोलने के लिए जो परमेश्वर का जो कृपा है वो आप में होना चाहिए। കൊച്ചു പ്രായത്തിൽ തന്നെ ദൈവകൃപയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയണം. और छोटे उम्र से जो है हमें परमेश्वर की जो बातें हैं परमेश्वर के कृपा में हमारे बच्चों को जो है बड़ा करना है। ഒരു ദൈവഭക്തനെ സംബന്ധിച്ചോളം കുട്ടികൾ എത്ര പ്രായമായിരുന്നാലും അവരെ നിയന്ത്രിക്കാനുള്ളതായിത്തീരും. और एक परमेश्वर की भक्ति की अगर हम बात करें तो हम जो बच्चे कितने भी बड़े क्यों ना हो लेकिन उनको जो है समझाने के लिए और उनको जो है रोकने के लिए परमेश्वर हमेशा उनमें एक बल जो है देता है। ഏലി ഇങ്ങനെ ഓപ്ഷൻ കൊടുത്ത് സത്യത്തിൽ കൊന്നു കളഞ്ഞ തന്റെ കുഞ്ഞുങ്ങളെ തന്നെയായിരുന്നു. और एली ने जो है ये ऑप्शन दे के एली ने क्या किया, एली ने अपने खुद के बच्चों को ही मरवा दिया। ഞാൻ വേഗത്തിൽ രണ്ട് വാക്കുകൾ വായിച്ച് മുന്നോട്ട് പോകാം. ചാപ്റ്റർ 3 വേഴ്സ് 1 ഇവിടെ കാണുകയാണ്, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. और चैप्टर 3 वर्ड्स 1 में हम देख सकते हैं कि उस समय परमेश्वर की जो बातें हैं बहुत दुर्लभ था, यानी कि बहुत प्रेशियस और बहुत कम सुनने वाली बातें थी। ദൈവം ഇസ്രായേലിനോട് പുരോഹിതന്മാരോട് പോലും സംസാരിക്കുന്നില്ലായിരുന്നു. और परमेश्वर जो है इजराइल से ना ही वहां के जो है याचकों से परमेश्वर बात कर रहा था। ചാപ്റ്റർ 3 വേഴ്സ് 3 ഞാൻ വീണ്ടും വായിക്കുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. और हम जो है देख सकते हैं कि शमूएल क्या करता है, जहां पे परमेश्वर का संदूक रखा है वहां पे एक दीप जला के रखा है और वो दीप बुझने से पहले वो वहां जाके सो जाता था। എന്നാൽ ദൈവം കൊടുത്ത കൽപ്പന എന്താണെന്നറിയാമോ? ഈ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന സ്ഥലത്തെ വിളക്ക് ഒരിക്കൽ പോലും അണഞ്ഞു പോകരുത്. और परमेश्वर ने जो है उनसे साफ तौर से कहा था कि परमेश्वर का संदूक जहां रखा हुआ है वहां का दीप कभी बुझना नहीं चाहिए। ആ വിളക്ക് എന്തുകൊണ്ടുണ്ടാക്കണം, അതിന്റെ തിരി ഏത് വസ്തു കൊണ്ടുണ്ടാക്കണം, അതിൽ ഏത് എണ്ണ എങ്ങനെ എടുത്ത് ഒഴിക്കണം, ഇതിനെല്ലാം നിയമങ്ങൾ ദൈവം കൊടുത്തിരുന്നു. और परमेश्वर ने जो है वो बताया था कि वो दीप हमें किससे बनाना है और उसकी जो बत्ती है जिसपे आग लगता है वो किससे बनाना है और उसमें किस तरीके का तेल जो है डालना है, ये सारी जो है नियमें जो है परमेश्वर ने साफ किया था। എന്നാൽ ഏലിയുടെ കാലത്ത് നോക്കണം, ഒന്ന് ദൈവം പോലും സംസാരിക്കാതെയായി.
കെടാതെ കിടക്കുന്ന വിളക്കുകൾ കെട്ടുപോകുന്ന അവസ്ഥകളായി മാറ്റപ്പെട്ടു. और एली के समय में आप एक चीज ध्यान दीजिए कि ऐसे जो है परमेश्वर ने बात करना बंद कर दिया और उन सारे दीपों को जिन्हें हमेशा जला के रखना था वो बुझने जो है शुरू हो गए. അങ്ങനെ ആത്മീക കാര്യത്തിലും കുടുംബത്തിലും പരാജയപ്പെട്ട ഏലിയെ കുറിച്ചുള്ള ദൈവിക അരുളപ്പാടാണ് ചാപ്റ്റർ 3 വേർഡ്സ് 12 നമുക്ക് 11 നമുക്ക് വായിക്കേണ്ടതായി തീർന്നത്. ഞാൻ ഇസ്രായേലിന് കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന് ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെ കുറിച്ച് അരുളിച്ചതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. और इसी बात को जो है हमने 3 के 11 में हमने पढ़ा था, मैं जो इज़राइल में जो करूंगा और जो है एली के घराने के साथ जो करूंगा वो जो सुनेगा उसका कान जो है सुन्न हो जाएगा. നമുക്കറിയാം, എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ഏലിയുടെ കൂടെ വളർന്നു വന്ന ശമൂവേൽ എന്നൊരു ഭക്തൻ, ഒരു പയ്യൻ, ഒരു കൊച്ചു ബാല്യക്കാരൻ, ഇവനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുവാൻ തുടങ്ങി. और उसी समय पे जो है एली के साथ जो है रहकर जो है बढ़ने वाला शमूएल करके एक बालक था, उससे जो है परमेश्वर बात करता है. ദൈവത്തിന്റെ ആത്മാവ് എല്ലാ വെളിപ്പാടുകളും ഈ ശമൂവേലിൽ കൂടെയാണ് ഏലിയുടെ കുടുംബത്തെ കുറിച്ച് സംസാരിച്ചത്. और उसी समय पे जो है परमेश्वर जो करने वाले जो सारे कामें हैं, जो परमेश्वर जो सारे काम करने वाले हैं, वो सब ये शमूएल बालक को जो है परमेश्वर जो है दिखा देते हैं. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഏലിയെ കുറിച്ച്, ഏലിയുടെ കുടുംബത്തെ കുറിച്ച്, ഏലിയുടെ മക്കളെ കുറിച്ച് അനർത്ഥങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് ശമൂവേലിനോട് സംസാരിച്ചിട്ടും ഏലിക്ക് അത് ഉൾക്കൊള്ളുവാനോ ഏറ്റെടുക്കുവാനോ കഴിഞ്ഞില്ല. और परमेश्वर ने साफ तौर से शमूएल से कहा कि एली के घराने के साथ या फिर एली के साथ जो है परमेश्वर क्या करने वाले हैं, और शमूएल ने जो है ये एली को भी बताया, लेकिन एली उसे समझ नहीं पाया, उसे एक्सेप्ट नहीं कर पाया. നമുക്ക് ചാപ്റ്റർ 3 വേഴ്സ് 18 കാണുവാൻ കഴിയുന്നു. അങ്ങനെ ശമൂവേൽ സകലവും അവനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. അപ്പോൾ അവൻ ഏലി അവൻ യഹോവയല്ലോ, തന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. और शमूएल ने क्या किया? शमूएल ने कोई भी बातें नहीं छुपाया, उसने सारी बातें जाके एली को बताया. तो एली क्या कहता है कि हाँ वो परमेश्वर है ना, परमेश्वर अपने इच्छा के मुताबिक जो है करे. നോക്കുക, എന്തുകൊണ്ടാണ് ഏലിയുടെ പുത്രന്മാർ മനസ്സിലാഞ്ഞു വരുന്നത്? എന്തുകൊണ്ടാണ് ഏലി ദൈവത്തിന്റെ കൽപ്പന കേട്ടപ്പോൾ അത് ഏറ്റെടുക്കാതിരുന്നത്? और क्यों जो है वो जो है एली ने जब परमेश्वर की बातें जब सुनी वो जो है समझ नहीं पाए, और क्यों उनके पुत्र जो है खिलाफ जो है चले गए? ദൈവം അവർക്കെതിരെ അനർത്ഥങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. क्योंकि परमेश्वर का जो इच्छा था उनके ऊपर जो है अनर्थ लाना था. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ സംഭവിച്ചുവെന്ന് നമുക്ക് ചാപ്റ്റർ 4 വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. और चैप्टर 4 फर्स्ट सैमुएल चैप्टर 4 जब हम पढ़ते हैं तो परमेश्वर ने जो सारी बातें कहा वो उसी तरीके से जो है हुआ, वो हम देख सकते हैं. ഇസ്രായേലിനെതിരെ ഫെലിസ്ത്യ സൈന്യങ്ങൾ യുദ്ധത്തിനായി കടന്നു വന്നു. और इजराइल के खिलाफ जो है फिलिस्ती की सेना जो है युद्ध के लिए आ जाता है. എനിക്ക് വളരെ രസകരമായി തോന്നി, ഈ ഏലിയുടെ മക്കൾക്ക് അവർക്ക് ആലയത്തിൽ യാഗമർപ്പിക്കാൻ സമയമില്ല, നന്മ ചെയ്യാൻ സമയമില്ല, തിന്മയും തെറ്റും മാത്രം ചെയ്തിട്ടും യുദ്ധത്തിന് പോയപ്പോൾ പെട്ടകം കൊണ്ടുപോയപ്പോൾ പെട്ടകത്തിന്റെ കൂടെ ഇരുന്ന് ഇവരാണ് പോയത്. और मुझे सबसे ज्यादा मजाकिया बात ये लगा कि वो एली के जो बच्चे थे उनको कलीसिया में अच्छे काम करने का समय नहीं है, ना ही परमेश्वर के लिए कुछ अच्छे कामें करने की जो है समय है. लेकिन उसके बावजूद जब परमेश्वर का संदूक लेके जब ये युद्ध के जगह पे जाते हैं तो ये बच्चे जो है वो संदूक के साथ जो है जाते हैं. യുദ്ധം ഒരു വലിയ സംഭവമായിരുന്നു ആ കാലഘട്ടങ്ങളില്. और उस समय पे युद्ध एक बहुत बड़ा बात था. യുദ്ധത്തിന് പോകുവാൻ എല്ലാവർക്കും സന്തോഷമായിരുന്നു. और युद्ध के लिए जाना यानी कि युद्ध जाके लड़ना एक सबको एक खुशी की बात थी उस समय. യുദ്ധത്തിന് പോകുവാൻ ഏലിയുടെ മക്കളും തയ്യാറായി. और युद्ध में जाने के लिए एली के बच्चे भी तैयार हो गए. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചാപ്റ്റർ 4 വേഴ്സ് 17 അതിന്റെ അവസാന ഭാഗത്ത് കാണുകയാണ്, ജനത്തിനൊരു മഹാസംഹാരമുണ്ടായി, അവന്റെ പുത്രന്മാരായ ഹൊഫ്നിയും ഫീനഹാസും പെട്ടുപോയി, ദൈവത്തിന്റെ പെട്ടകവും പിടിക്കപ്പെട്ടു പോയി. और वहां पे एक बहुत बड़ा संहार होता है. तो उस समय पे क्या होता है, उनके जो 2 बच्चे हैं होफनी और फीनेहास जो है वो मारे जाते हैं और परमेश्वर का संदूक भी जो है पकड़ा जाता है. അവർക്ക് ആരാധനയിൽ സന്തോഷമില്ല, പക്ഷെ ആഘോഷങ്ങളിൽ ഭയങ്കര സന്തോഷമായിരുന്നു. उनको जो है परमेश्वर की जो आराधना करना है उसमें कोई खुशी नहीं है, लेकिन जो बाकी जो दूसरे अलग अलग बातें हैं उसमें वो करने में काफी खुशी है. എന്നാൽ നോക്കുക, ഇവർ കൊണ്ടുപോയ പെട്ടകം ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി, ഇവരെയും ശത്രുക്കൾ കൊന്നുകളഞ്ഞു.
और ये जो संदूक जो लेके जाते हैं, वो संदूक जो है दुश्मन की सेना जो है लेके चले जाते हैं, और दुश्मन की सेना जो है इनके इनके 2 बच्चे हैं, एली के 2 बच्चे उन्हें उसे भी जो है खत्म कर देते हैं। ഏലിയെ കുറിച്ചും കൂടെ പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവിടെ അവസാനിക്കുകയാണ്. और यहाँ पे जो है एली की जो है बातें बताकर जो है वो भाग में वहां पे एली के जो है बातें खत्म हो रहा है। ചാപ്റ്റർ 4 വേഴ്സ് 18 അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. അവൻ വൃദ്ധനും സ്ഥൂലിച്ചവനുമായിരുന്നു. അവൻ 40 സംവത്സരം ഇസ്രായേൽ ന്യായപാലനം ചെയ്തു. और क्योंकि जब ये जो परमेश्वर की संदूक के बारे में जब वो एली सुनता है, तो एली वहां पे एक गेट के वहां पे खड़ा होता है। तो एली क्या करता है, पीछे की तरफ गिरता है और उसका जो गर्दन टूटता है और उस वजह से वो जो है मर जाता है। ഞാൻ ഈ മുമ്പോട്ട് വായിക്കുന്നില്ല. അവരുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ദുഃഖകരമായ വാക്യങ്ങളാണ് മുൻപോട്ട് കാണുവാൻ കഴിയുന്നത്. और मैं जो है ज्यादा आगे पढ़ना नहीं चाहूंगा, क्योंकि उनके परिवार के बारे में, उनके घराने के बारे में बहुत दुख भरी बातें जो है आगे बताया गया है। നമുക്ക് പ്രധാനപ്പെട്ട കാര്യം മറന്നു പോകരുത്. ദൈവം അനർത്ഥം നിശ്ചയിച്ചതുകൊണ്ട് അവർക്ക് അപ്പന്റെ വാക്ക് കേൾക്കുവാൻ മനസ്സിലായിരുന്നു. और 2 बातें आप जो है समझ के रखना, क्योंकि परमेश्वर का क्रोध या फिर परमेश्वर चाहते थे कि इसके साथ अनर्थ हो, इस वजह से जो है वो अपने पिता के बातों को नहीं समझ पाए। ദൈവം കുടുംബത്തെക്കുറിച്ച് ആലോചന പറഞ്ഞിട്ടും ഏലി പറഞ്ഞ മറുപടിയാണ്, യഹോവയല്ലോ അവൻ ഇഷ്ടം പോലെ ചെയ്യട്ടെ. और जो है एली के परिवार के साथ जो होने वाला था, वो शमूएल ने आके एली से बताया था। उसके बावजूद एली ने ये कहा कि हाँ, अगर परमेश्वर का चाहत ये है तो वही हो। വളരെ ദാരുണമായ അന്ത്യമായിട്ട് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. हम देख सकते हैं बहुत बहुत एक खराब जो है अंत जो है एली के घराने को जो है मिलता है, ये हम देख सकते ഏലിയും ഏലിയുടെ 2 മക്കളും അന്ന് മരിച്ചുപോയി. हैं। और एली और उनके जो है बच्चे वो जो है मारे जाते हैं। അവൻ അവന്റെ മകന്റെ ഭാര്യയും മരിച്ചുപോയി. और उनके जो बच्चे थे, उनकी जो बीवी है वो भी मारी जाती है। ഇതെല്ലാം കാരണം ഒന്ന് മാത്രമായിരുന്നു. ദൈവം പലപ്പോഴും ആലോചന പറഞ്ഞിട്ടും മാനസാന്തരപ്പെടുവാനും മടങ്ങി വരുവാനും സമർപ്പിക്കുവാനും അവർക്ക് ഒരിക്കൽ പോലും മനസ്സുണ്ടായിരുന്നില്ല. और इन्होंने ये सारी बातें जो है सुना था, फिर उसके बावजूद ये जो है मन फिरा नहीं पाए। എനിക്ക് അടുത്ത സംസാരിക്കാനുള്ളത് അഹരോന്റെ കുടുംബത്തെക്കുറിച്ചാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. और मैं दूसरा जो है घराने के बारे में जो कहना चाहूंगा, वो जो है हारून के घराने के बारे में मैं जो है आपसे कहना चाहता हूँ। ഇതിൽപ്പെടി സങ്കീർത്തനങ്ങൾ 106 അതിന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ദിവസത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. और भजन संगीता 106 का 28 से 32 तक जो है मैं पढ़ना चाहूंगा। ഞാൻ വായിക്കുന്നു. അനന്തരം അവർ ബാൽപെയോരോട് ചേർന്നു പ്രേതങ്ങൾക്കുള്ള ബലികളെ എത്തുന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു. പെട്ടെന്നൊരു ബാധ അവർക്ക് തട്ടി. അപ്പോൾ ഫീനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാക്കുകയും ചെയ്തു. അത് എന്നേക്കും തലമുറ തലമുറയായി അവന് നീതിയായി എണ്ണിയിരിക്കുന്നു. और जो है वो पेड़ वाले बाल देवता की पूजा करने लगे, और उसी समय उनके ऊपर एक क्रोध दिलाया, मतलब क्रोध जो है आता है, और वो पीनहास ने उठकर न्याय दंड दिया, जिससे जो है वो क्रोध जो है रुक जाता है। ഇവിടെ സങ്കീർത്തനത്തിൽ വളരെ ഷോർട്ടായിട്ടാണ് ആ വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. और ये जो भजन संगीता में है, बहुत शॉर्ट तरीके से जो है वो वचन जो है बताया गया है। എന്നാൽ സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 25 പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और जब गिनती के किताब जब हम पढ़ते हैं, गिनती की किताब जब 25वां चैप्टर जब हम पढ़ते हैं, तो वहां पे जो है वो एक्सप्लेन किया गया है कि क्या है और किस तरीके से है। ഇവിടെ ചാപ്റ്റർ 23 ആൻഡ് 24 ബിലിയാം എന്നൊരു വ്യക്തി ഇസ്രായേലിനെ ശപിക്കുവാനായി കടന്നു വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. और यहाँ पे चैप्टर 23 और 24 में हम देख सकते हैं कि बिलेयाम नामक एक व्यक्ति जो है आता है, ताकि वो इजराइल पे जो है श्राप दे सके। ശപിക്കുവാൻ കടന്നു വന്ന വ്യക്തിക്ക് ഇസ്രായേലെ കണ്ടപ്പോൾ ശപിക്കുവാൻ കഴിഞ്ഞില്ല, മറിച്ച് അവന്റെ വായിൽ നിന്ന് അനുഗ്രഹങ്ങളും ദൈവത്തിലുള്ള മഹത്വവും മാത്രം പുറത്തേക്ക് വന്നു. और जो व्यक्ति जो इजराइल को जो है श्राप देने के लिए जो आते हैं, वो व्यक्ति जब इजराइल को देखता है तो वो श्राप नहीं दे पाता। उसके मुंह से आशीषों की बातें और अनुग्रह की अच्छी बातें उसके मुंह से निकलने लगता है। പോകുന്നതിന് മുമ്പ് ബിലിയാം ഒരു ചെറിയൊരു ഉപദേശം അവിടുത്തെ അവരുടെ ശത്രുവിന് കൊടുത്തിട്ട് പോയി. और जाने से पहले बिलेयाम ने जो है उसके मतलब उनके जो शत्रु थे, उसको एक छोटा सा एडवाइस, एक छोटा सा बात जो है बता के वो जाता है। ഈ ഇസ്രായേലിന്റെ ശത്രുവായ രാജാവിനോട് പറഞ്ഞു,
ഇവരെ മന്ത്രം കൊണ്ടോ ആഭിചാരം കൊണ്ടോ ഒന്നും വീഴ്ത്തുവാൻ കഴിയത്തില്ല. और इज़राइल के जो शत्रु जो राजा था, वो बिलेयाम जो है इज़राइल के शत्रु राज्य को ये कह के जाता है, इनको इनको जो है तंत्र और मंत्र से जो है हम इन्हें नहीं रोक सकते। ഇവരെ തകർക്കുവാൻ ചില ടെക്നിക്കുകൾ, ചില തന്ത്രങ്ങൾ മാത്രം പ്രയോഗിക്കണം. और इनको जो है खत्म करने के लिए कुछ टेक्निक्स जो है हमें जो है करना पड़ेगा। ഒന്ന്, അവരെ നമ്മുടെ ആഘോഷങ്ങളിലേക്ക് ക്ഷണിക്കണം. और दूसरा जो है हमें इनको जो है हमारे जो एंटरटेनमेंट है या फिर हमारे जो फेस्टिवल्स है उनको उनमें जो है बुलाना है। രണ്ട്, നമ്മുടെ സ്ത്രീകളുമായി അവർക്ക് ചില കണക്ഷൻസ് ഉണ്ടാക്കി കൊടുക്കണം. और दूसरा हमारे जो स्त्री है, हमारी जो मतलब औरतें हैं, उनके साथ जो है इनके कुछ कनेक्शंस होने चाहिए। ഞാൻ ഒത്തിരി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചില വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് മുമ്പോട്ട് പോകാം. और वहां पे बहुत कुछ एक्सप्लेन करना है, लेकिन मैं जो है जल्द से जल्द मैं वो वचन को जो है पढ़ना चाहूंगा। ചാപ്റ്റർ 25 വേഴ്സ് 1 and 2. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്നു. और जब इजरायली लोग जब शितीम नामक जगह पे रहते हैं, तो वो मोआबी स्त्रियों के साथ, मोआबी औरतों के साथ वो जो है रिश्ता रखना जो है शुरू करते हैं, और वो जो है अन्य देवताओं के जो है अन्य देवताओं के तरफ जो है वो मुड़ने लगते हैं और उनका जो है वो आराधना करने लगते हैं। മോവാബി സ്ത്രീകൾ അല്ലെങ്കിൽ മോവാബിയർ അവർ ദൈവത്താൽ ശപിക്കപ്പെട്ടവരായിരുന്നു. 10ാം തലമുറ പോലും ദൈവാലയത്തിൽ വരരുത് എന്ന് ദൈവം കൽപ്പിച്ചവരായിരുന്നു. और जो मोआबी लोगों के बारे में ये कहते हैं कि मोआबी लोग जो है परमेश्वर से श्रापित लोग थे, और उनके जो है 10वां पीढ़ी 10वां जनरेशन तक जो है परमेश्वर के सामने नहीं आने चाहिए, ऐसा जो है उन्हें श्राप दिया था। എന്നാൽ സാത്താൻ ഉള്ള തന്ത്രപൂർവ്വം പതിയെ 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 ഇസ്രായേൽ ചതിക്കുവാൻ തുടങ്ങി. और शैतान क्या करता है, बहुत टेक्निकल रीति से वो जो है धीमे 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 जो है इजरायली लोगों को जो है वो धोखा देता है। അവരോട് പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ, ഞങ്ങളുടെ സ്ഥലത്തേക്ക് വാ, ഞങ്ങളുടെ ആഘോഷങ്ങൾ വല്ലപ്പെടുന്നു വാ. और वो जो है इजरायली लोगों से कहते हैं कि तुम एक काम करो, मेरे घर पे आओ, हम जो जहाँ पे हम मेल मिलाप रखते हैं, या फिर हमारे जो एंजॉयमेंट में तुम शामिल हो। അങ്ങനെ അവരുടെ ഉത്സവത്തിന് ചെല്ലുവാൻ തുടങ്ങി. और उसी तरीके से वो उनके जो फेस्टिवल्स है उनमें जो है वो शामिल होने लगते हैं। അവർ ഈ അന്യജാതികളുടെ ദേവന്മാരെ നമസ്കരിക്കുവാൻ ആരംഭിച്ചു. और धीमे धीमे क्या होता है कि वो अन्य जाति के जो देवी देवता है उनको उनके सामने जो है वो दंडवत और उनकी आराधना करने लगते हैं। അവരുടെ സ്ത്രീകളുമായി പാപം ചെയ്യാൻ തുടങ്ങി. और उनके जो स्त्री थी, उनकी वहां की जो औरतें हैं, उनके साथ वो जो है पाप करने लगे। അങ്ങനെ ഇസ്രായേൽ അവരുടെ ദൈവമായ ബാൽ പെയോരിനോട് ചേർന്നു. और उसी तरीके से इजराइल जो है उनके जो देवी देवता है, उनका जो देवी है या फिर देव है, बाल पेरोर के साथ जो है उनके सामने जो है वो दंडवत और उसकी आराधना करने लगते हैं। നമ്മുടെ സങ്കീർത്തനം 106ന്റെ 28ാം വാക്യത്തിൽ വായിച്ചത്, അനന്തരം അവർ ബാൽ പെയോരിനോട് ചേർന്നു പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. और जो है वही हमने जो है 106 के 28वें कलम में हमने पढ़ा, वो पोर वाले बाल पेरो देवता की पूजा करने लगे और उनकी जो भेंट है वो जो है वो खाने लगे। മന്ന തിന്ന ജനങ്ങൾ ഇപ്പോൾ തിന്നുന്നത് പ്രേതങ്ങൾക്കുള്ള ബലികളാണ്. और जो लोगों ने जो है एक समय पे जो है मन्ना खाया था, वो लोग अभी जो है देवी देवताओं के सामने दिए गए जो है जो भेंट है या फिर जो पूजा वस्तु है वो खाने लगे। ദൈവം കൊടുത്ത ആഹാരം, ദൈവം കൊടുത്ത അത്ഭുത വസ്തു, ശക്തന്മാരുടെ ആഹാരം, ബലം പ്രാപിക്കുന്ന ആഹാരം കഴിച്ച ദൈവജനം ഇപ്പോൾ കഴിക്കുന്ന മൊത്തം പ്രേതങ്ങൾക്കുള്ള ബലികളാണ്. और परमेश्वर ने दिया हुआ जो भोजन, जो शक्तिशाली व्यक्ति जो खाते हैं, वो खाना खाने वाले जो लोग अभी आजकल जो है मूर्ति पूजा के सामने दिए गए जो भेंट है और जो पूजा वस्तु है वो खाने लग गए। അതുകൊണ്ട് ദൈവത്തിന്റെ കോപം ഇവർക്കെതിരെ ജ്വലിക്കുവാനിടയായി തീർന്നു. तो इस वजह से जो परमेश्वर का जो क्रोध है, वो जो गुस्सा है इनके ऊपर जो है फूटता है। ദൈവം മോശയും അഹരോനെയും തന്റെ അടുക്കലേക്ക് വിളിച്ചു. और परमेश्वर क्या करता है, मूसा और हारून को जो है अपने पास जो है बुलाता है। ദൈവം ഒരു ഡിമാൻഡ് വെച്ചു, ഇസ്രായേലിലെ എല്ലാ തലവന്മാരെയും കൊന്നുകളയണം. और जो है परमेश्वर एक डिमांड रखता है कि इजराइल के सारे वडील लोग जो है, मतलब जो पोजीशन में बैठते हुए जो लोग हैं, उन सबको खत्म कर दो। അവരെ പരസ്യമായി തൂക്കിക്കൊന്നു കളയുവാൻ ദൈവം കൽപ്പിച്ചു. और उनको क्या करना है, पब्लिकली जो है उनको जो है फांसी चढ़ाना है। ഇങ്ങനെ ദൈവം മോശയോടും അഹരോനോടും ജനത്തോടും സംസാരിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം നടക്കുന്നു.
और जब परमेश्वर जो है मूसा और हारून से जब ये बात करते हैं तो वहां पे एक चीज होता है। നോക്കുക, ജനങ്ങളെല്ലാം ദുഃഖത്തിലാണ്, ജനങ്ങളെല്ലാം കരയുകയാണ്. ദൈവത്തിന്റെ കോപം അവർക്കെതിരെ വന്നു. 24,000 പേർ അപ്പോൾ തന്നെ മരിച്ചു വീണു. और जो है लोग सब दुखी है, लोग सब रो रहे हैं। वहां पे करीब 34 से ज्यादा 34 के करीब लोग जो है मारे जाते हैं। ഈ പ്രേതങ്ങളുടെ ശക്തികൾ പാളയത്തിലേക്ക് കടന്നു വന്ന് കുടുംബങ്ങളിൽ മരണങ്ങൾ തുടർച്ചയായി നടക്കുന്നു. ഓരോ കുടുംബം നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. और यहाँ पे क्या होता है कि ये जो है ये दूसरे देवी देवताओं का जो क्रोध है वो इनके ऊपर आता है और इनके परिवार में जो है लोगों का मृत्यु जो है होना शुरू हो जाता है। 24,000 പേർ അന്ന് തന്നെ മരിച്ചു തുടങ്ങി. करीब 24,000 के करीब लोग जो है एक दिन में ही, उन दिनों में ही जो है मरने लग गए। മോശയും അവിടെയുള്ള ജനങ്ങളൊക്കെ ഒന്നിച്ച് നിന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. और मूसा और उनके साथ लोग जो है वहां पे ही खड़े रह के वो जो है रो रो के जो है परमेश्वर से प्रार्थना करने लगते हैं। വാക്യം വേദത്തിൽ വായിച്ചു പോകാൻ ചാപ്റ്റർ 25 വേഴ്സ് 6 ഇംഗ്ലീഷിൽ ചിലപ്പോൾ അങ്ങോട്ടാണ് കയറിയായിരിക്കുന്നത്. നോക്കുക, എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളെ സർവ്വസഭയും കാണുകെ ഒരു ഇസ്രായേലിയൻ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന സ്ത്രീയെ കൊണ്ടുവന്നു. और जब वो मूसा और उनके लोग जब वो रो रहे थे और मतलब वो कलीसिया के सामने, मतलब वो वहां पे जब खड़े रह के रो रहे थे कि परमेश्वर, ये जो क्रोध जो आया हुआ है, उस समय पे एक इजरायली व्यक्ति एक मिद्यानी स्त्री को जो है वहां पर लेकर आता है। अन्य ജാതിയിൽപ്പെട്ട ആരുമായിട്ട് കൂടരുതെന്ന് പറഞ്ഞ് ദൈവം കൽപ്പിച്ചോ, അവിടുത്തെ സ്ത്രീ എടുത്ത് ഒരു ഭയവും ഒരു നാണവും ഒരു ദൈവഭയം ഇല്ലാതെ മോശയുടെ കാണൽ, ഈ ജനത്തിന്റെ കാണൽ, ഇവൻ അവളെ കൂട്ടി അവന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. और जो है परमेश्वर ने कहा था कि इनसे जो है कोई रिश्ता नहीं होना चाहिए। ऐसे एक स्त्री और ऐसे एक झुंड के लोग, झुंड में से एक स्त्री को जो है एक इजरायली व्यक्ति ना ही कोई शर्म से और ना ही कुछ सोचे बिना, ना ही परमेश्वर से डर के बिना वो जो है ये स्त्री को जो है लेकर अपने जो है अपने घराने की ओर जो है ले जाता है। ഈ കാഴ്ച കണ്ടപ്പോൾ വേഴ്സ് 7, അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസിന്റെ മകൻ ഫീനെഗാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിലൊരു കുന്തമെടുത്ത് ആ ഇസ്രായേലിന്റെ പിന്നാലെ അന്തഃപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെ തന്നെ അവളുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രായേലിനെ വിട്ടുമാറി. और ये जब वो देखता है तो अरून का जो बच्चा है वो फिनेहास क्या करता है, वो भाला उठाता है और वो इजरायली व्यक्ति की ओर जो है वो दौड़ जाता है और उसके घर पहुंचकर इन दोनों को जो है भाले से जो है ये मार देता है। സങ്കീർത്തനങ്ങളിൽ ഫീനെഹാസിനെ കുറിച്ച് ജസ്റ്റ് ഒരു വാക്ക് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. और भजन संगीता में फिनेहास के बारे में जो है बहुत कम बातें जो है बताया गया है। അവന്റെ പേര് മാത്രമേ അവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. वहां पे खाली उसका नाम खाली बताया जाता है। അവൻ ആരാണെന്നാണ് ഇവിടെ കാണുന്നത്. അവൻ അഹരോന്റെ മകനായ എലിയാസിന്റെ മകൻ ഫീനെഹാസ് ആയിരുന്നു. और वो कौन होता है? वो अहरोन का बेटा जो है उसका पोता होता है, जो होता है। നോക്കുക, മോശ അവിടെ ഉള്ളപ്പോൾ മോശയുടെ അതേ ഏറെക്കുറെ പ്രായമുള്ളതാണ് അഹരോൻ. അപ്പോൾ അഹരോന്റെ മകനാണ് എലയാസർ, അവന്റെയും മകനാണ് ഫീനെഹാസ്. അങ്ങനെ ചിന്തിക്കുക, അവനൊരു വെറും ചെറുപ്പക്കാരൻ മാത്രമായിരുന്നു. और यहाँ पे हम देख सकते हैं कि मूसा के उम्र के करीब जो है वो हारून होता है। तो उसका जो पोता है, जो फिनेहास है, वो मतलब वो एक जवान एक व्यक्ति है। എന്ത് ചെയ്യണമെന്ന് മോശയ്ക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാതെ നിന്നപ്പോൾ അഭിഷേകമുള്ള, ദൈവ സാന്നിധ്യമുള്ള, ദൈവത്തിന്റെ ആത്മാവിന് ശക്തിയുള്ള വളരെ ചെറുപ്പക്കാരനായ ഫീനെഹാസ് അവനൊരു കുന്തമെടുത്ത് കൂടാരത്തിൽ ചെന്ന് ഈ പാപം ചെയ്ത ഈ സ്ത്രീയെയും പുരുഷനെയും അവർ ഉദരം തുളയുമെന്ന് ഒരൊറ്റ കുത്തുകുത്തി, ഒരൊറ്റ കുത്തുകൊണ്ട് വാദം മുഴുവൻ ഇസ്രായേലിൽ നിന്നു പോകുവാനിടയായി തീർന്നു. और हम मतलब ऐसा एक सिचुएशन होता है कि मूसा भी नहीं समझ सकता, ना ही हारून समझ सकता है कि इस समय पे हमें क्या करना है। तो वहां पे फिनेहास एक जवान एक व्यक्ति जो है वो क्या करता है, वो अपना भाला लेके जाता है और ये जो इजरायली व्यक्ति जिसने पाप किया होता है उसको एक ही भाले में, मतलब वो एक ही बार में जो है उस व्यक्ति को जो है मार देता है। और वहां पे जो बाधा है, वो जो बाधा और जो क्रोध जो उनपे आया होता है वो रुक जाता है। നമുക്കെല്ലാവർക്കും അഹരോനെ കുറിച്ച് അറിയാം. പക്ഷേ അഹരോന്റെ മകനായ എലിയാസിനെ പറ്റി
വളരെ ചുരുക്കം വാക്കുകൾ മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ. ആരാലും അറിയപ്പെടാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഈ ഈ ഈ എലയാസിന്റെ മകനാണ് ഫീനെഹാസ് എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. और हम सब जो है हारून के बारे में जानते हैं, लेकिन हारून का जो बेटा है एलियासर के बारे में हमने बहुत कम सुना है। लेकिन एलियासर जो उनका जो परिवार को जो है बताया तक नहीं गया है, उनका बेटा जो फिनेहास है, जो हारून का जो पोता होता है, वो वहां पे जो है परमेश्वर उसे चुनता है। നോക്കണം, അഹരോൻ അഭിഷേകം ഉണ്ടായിരുന്നു, അവന്റെ മകൻ എലിയാസിന് അഭിഷേകം ഉണ്ടായിരുന്നു, അവരുടെ മൂന്നാമത്തെ തലമുറ ഫീനെഹാസിന് മേലും ദൈവത്തിന് അഭിഷേകം ഉണ്ടായിരുന്നു. और अहरोन में जो है अभिषेक था, उसका बेटा जो एलियासर है उसमें भी अभिषेक था, और उसका जो तीसरा पीढ़ी है जो फिनेहास है उसमें भी जो है परमेश्वर का अभिषेक है, ये जो है ये दिखाता है। ശമൂവേൽ പുസ്തകത്തിൽ തകർന്നു പോയ തലമുറയെ കുറിച്ച് കാണുന്നു. और शमूएल की किताब में जो है ऐसी एक पीढ़ी जो खत्म हो चुका है उसके बारे में हम दिखाते हैं। സംഖ്യാപുസ്തകത്തിൽ തലമുറ തലമുറയെ ദൈവശക്തി വഹിക്കുന്ന ഒരു കുടുംബത്തെ കാണുവാൻ കഴിയുന്നു. और जो है गिनती के किताब में जो है पीढ़ी दर पीढ़ी जो परमेश्वर के अभिषेक को जो है हासिल करने वाले एक परिवार या फिर एक घराने के बारे में हम देखते हैं। കാലഘട്ടങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഫീനെഹാസിനെ പോലെ സത്യത്തിനും വിശുദ്ധിക്കും വേണ്ടി ദൈവത്തോട് നിൽക്കുന്ന യഥാർത്ഥമായ ചെറുപ്പക്കാരെ ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. और जो है ये आजकल के जो जमाने में जो है परमेश्वर ऐसे जो है युवाओं को जो है देखना चाहता है, जो सच्चाई और पवित्रता में जो है रहना चाहते हैं, ऐसे युवाओं को जो है परमेश्वर आजकल देखना चाहता है। അവനെ പോലുള്ള മറ്റു സഹോദരങ്ങൾ, അവന്റെ പ്രായത്തിലുള്ള മറ്റുള്ളവർ പാപങ്ങൾ ചെയ്ത് അന്യകാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു ഫീനെഹാസ് മുഖാന്തരം ഇസ്രായേൽ മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ട കാഴ്ച അവിടെ കാണുവാൻ കഴിയുന്നു. यहाँ पे हम देख सकते हैं कि उसके उम्र वाले लोग उस समय पे जो है पाप और गलत कामों में जो है लगे हुए थे, लेकिन वो फिनेयास जो है परमेश्वर के लिए जहां वहां पे खड़ा होता है, उस फिनेयास के वजह से जो क्रोध जो उन पे आया होता है वो वहां से खत्म हो जाता है, हटा दिया जाता है। ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും നമ്മുടെ തലമുറയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഫീനെഹാസായി മാറ്റപ്പെടുവാൻ കഴിയണം. और जो है आज ये जमाने में परमेश्वर हमसे ये चाहता है कि मैं और आप परमेश्वर के लिए खड़े रहने वाले एक फिनेयास के समान जो है बने, ദൈവത്തോട് ദൈവിക കാര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യാതെ और परमेश्वर की जो बातें हैं उससे कॉम्प्रोमाइज ना कर कर ലോകത്തിന്റെ ശക്തികൾക്ക് കീഴ്പ്പെട്ടു പോകാതെ और दुनियादारी शक्तियों के अधीन ना आकर ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിനെ വഹിക്കുന്നതിനെ മാറ്റപ്പെടുവാൻ കഴിയണം. और परमेश्वर की चाहत को समझकर परमेश्वर की आत्मा को हम जो है अंदर रखने वाले एक व्यक्ति जो है होने चाहिए। ഇവിടെ നോക്കുക, ദൈവം പറഞ്ഞത് ഇസ്രായേലിലെ മുഴുവൻ തലവന്മാരെയും കൊന്നുകളയാൻ ദൈവം ആവശ്യപ്പെട്ടു. और जो है परमेश्वर ये मांगता है कि इजराइल के सारे जो वडील है उन सबको खत्म कर दो। എന്നാൽ ഈ ചെറുപ്പക്കാരനായ ഫീനെഹാസ് എഴുന്നേറ്റ് ഒരൊറ്റ കുത്തുകുത്തിയതോടെ അവരുടെ ജീവൻ രക്ഷപ്പെട്ടു, പാദം മുഴുവൻ നിന്നുപോയി. और ये जो है एक जवान व्यक्ति, ये फिनेयास जो है वहां पे खड़ा होता है, वो अपने भाले से जो है ये इन लोगों को जो है मार देता है, तो इस वजह से वहां पे वो क्रोध रुक जाता है। അതിനെക്കുറിച്ച് സങ്കീർത്തനം എന്ന വാക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഫീനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി പാത നിർത്തലാക്കുകയും ചെയ്തു. और उस समय पे भजन संगीता ये कहता है कि फिनेयास वहां पे खड़ा होता है और फिनेयास जो है सजा देता है, इस वजह से वहां पे वो जो बाधा है, वो क्रोध है, वो रुक जाता है। ദൈവമല്ല, പാദം നിർത്തിയത് ഫീനെഹാസ് ആയിരുന്നു. और एक चीज समझने वाली बात यह है कि जो क्रोध है, जो बाधा है, वो फिनेयास ने रोका, वो परमेश्वर ने नहीं रोका। നോക്കണം, ഇതാണ് വചനം പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടിയിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. और यही जो वचन कहता है कि तुम इस पृथ्वी में जो बांधते हो वो स्वर्ग में भी बांधा जाएगा, और तुम इस पृथ्वी में जो खोलते हो वो स्वर्ग में भी खोला जाएगा। ഈ മക്കളെ മനസ്സിലാക്കണം, ഫീനെഹാസിനേക്കാളും അഹരോനേക്കാളും എത്രയോ മുകളിൽ അഭിഷേകമുള്ളവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. और आप एक चीज समझे कि फिनेयास और अहरोन से ज्यादा अभिषेक परमेश्वर ने हम सब पे जो है दिया है। അഹരോന്റെ പൗരോഹിത്യ തലമുറയിൽപ്പെട്ട വന്ന വ്യക്തിയായിരുന്നു ഫീനെഹാസ്. और क्योंकि अहरोन के घराने में या फिर अहरोन के पीढ़ी दर पीढ़ी आया हुआ एक व्यक्ति था फिनेयास। എന്നാൽ നമ്മളെ കുറിച്ച് പത്രോസ് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വംശവും
വിശുദ്ധ ജനവും സ്വന്തം വംശവുമാണ്. और जब पतरस हमारे बारे में ये कहता है कि तुम ऐसे एक लोग हो जो सच्चाई के उजाले में जीने के लिए जो है परमेश्वर के बुलाए गए एक झुंड हो, और वो जो राजा के बेटे के समान तुम्हें जो है सम्मान दिया गया और अभिषेक दिया गया एक झुंड और लोग हो। ഞാൻ വാക്യത്തിലേക്ക് വീട്ടൊന്ന് മടങ്ങിപ്പോട്ട് വേദന അവസാനിപ്പിക്കാം. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഈ എലിയാസിനെ പറ്റി നമുക്കൊന്നും അറിയത്തില്ലായിരിക്കാം, പക്ഷേ അവന്റെ മകൻ പ്രശസ്തനാകാൻ കാരണം എലിയാസർ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. और मैं आपको जो है वचन में वापस ले जाना चाहता हूँ। एलियासर के बारे में हम कोई नहीं जानते हैं, लेकिन उसका जो बेटा है, जो फिलियास है, वो उसका जो बेटा इस वजह से फेमस हुआ क्योंकि उसका जो पिता था वो परमेश्वर से निकट था, परमेश्वर के बहुत नजदीक था। എലിയാസറിനെക്കാളും മിടുക്കനായി ഫീനെഹാസ് മാറ്റപ്പെട്ടു. और एलियासर से भी जो है बड़ा जो है एक व्यक्ति जो है फिनेयास जो है बन गया। അവന്റെ തലമുറയിൽപ്പെട്ട സകലരും പാപത്തിന് വഴിയെ പോയപ്പോൾ ഫീനെഹാസ് ചെറുപ്പക്കാരൻ മാത്രം ദൈവത്തിന് വേണ്ടി നിന്നു. और हम देख सकते हैं कि उसके जनरेशन में जो लोग थे वो सब जो है पाप के रास्ता उन्होंने जो है पकड़ लिया। उस समय पे जो है जो फिनेयास जो एक जवान व्यक्ति जो है परमेश्वर के लिए वहां पे खड़ा होता है। പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിന്റെ ഒരു 50% ക്രെഡിറ്റ് എങ്കിലും നമുക്ക് എലിയാസിന് കൊടുത്തേ മതിയാവുകയുള്ളൂ. और हम पूरी तौर से विश्वास करते हैं, लेकिन उसका जो 50% जो क्रेडिट है वो क्यों परमेश्वर के लिए खड़ा हुआ, उसे हमें जो है एलियासर को देना बहुत जरूरी है। എലിയാസ് ഒത്തിരി വലിയ കാര്യമൊന്നും ദൈവത്തിന്റെ ചെയ്തിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. और एलियासर ने परमेश्वर के लिए बहुत बड़े काम किए, ऐसा जो है वचन में नहीं बताया गया है। പക്ഷെ അവന്റെ ഒരൊറ്റ മകൻ കാരണം അവൻ അനുഗ്രഹിക്കപ്പെട്ടു, അവൻ അറിയപ്പെടുവാനും ഇടയായി തീർന്നു. लेकिन उसका एक बेटे के कारण उसको वो जो है अनुग्रह से परमेश्वर ने उसे भर दिया और लोगों के सामने वो जो है बहुत फेमस हो गए। ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ ആദ്യം വില കൊടുക്കുവാൻ തയ്യാറാകണം. और अगर हमारे बच्चों में जो है अनुग्रह आने के लिए जो है हमें जो है उसका एक कीमत देना पड़ेगा। അഹരോൻ ഒത്തിരി പ്രശസ്തനായിരുന്നു, और हारून बहुत लोकप्रिय था, എന്നാൽ അതുപോലൊന്നും അഹരോന്റെ മകൻ എലിയാസർ പ്രശസ്തനായില്ല. और उसके समान हारून के समान जो है उसका बेटा एलियासर जो है लोकप्रिय नहीं था। എന്നാൽ ദൈവത്തിന് ഒരു വ്യക്തിയെ വേണം എന്ന് തോന്നിയപ്പോൾ ആ സമയത്ത് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിൽ തന്റെ മകനെ വളർത്തിക്കൊണ്ടുവരുവാൻ എലിയാസറിന് കഴിഞ്ഞു. और जब परमेश्वर को एक व्यक्ति की जब जरूरत पड़ेगी उस समय पे जो है चुना जाए, वैसे एक व्यक्ति के समान जो है एलियासर ने अपने बच्चे को जो है बड़ा किया। ഇത് ഓരോ പേരൻസിന്റെയും ഉത്തരവാദിത്തമാണ്. और ये हर एक पेरेंट्स का जो है एक रेस्पॉन्सिबिलिटी है। അതേപോലെ തന്നെ ഓരോ ചെറുപ്പക്കാരുടെ ഉത്തരവാദിത്തമാണ് ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു ഫീനെഹാസിനെ പോലെ നിൽക്കുവാൻ കഴിയണം എന്നുള്ള പ്രാർത്ഥനകൾ. और हर एक जवानों का जो है ये रेस्पॉन्सिबिलिटी है कि मैं परमेश्वर के लिए फिनेयास के समान जो है मैं खड़े रहूं। മോശ ഒരുപാട് ദിവസങ്ങൾ എടുത്ത് ചെയ്യുന്ന വിടുതലുകൾ ഒരൊറ്റ കുന്തത്തിന് കുത്തുകൊണ്ട് ഫീനെഹാസ് പൂർത്തിയാക്കി. और मूसा जो है बहुत सारे दिन बिताकर जो है क्रियाक्रम कर कर जिस ये क्रोध से छुटकारा मिलता, वो फिनेयास ने बस खाली एक दिन में एक भाले के मार से जो है वो मिला। അവന് ദൈവത്തിന്റെ ഹൃദയത്തെ സെൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. और उसके दिल एक ऐसा दिल था जो परमेश्वर के चाहत को जो है वो सेंस कर पाता। ഇവിടെ ദൈവം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ദൈവത്തിന് എന്ത് ചെയ്യണം, അത് തിരിച്ചറിയാനുള്ള അഭിഷേകം ഫീനെഹാസിന് മേലുണ്ടായിരുന്നു. और ऐसा एक अभिषेक फिनेयास के ऊपर था कि यहाँ पे परमेश्वर का चाहत क्या है और परमेश्वर यहाँ पे क्या करना चाहता है। അതുകൊണ്ട് ദൈവം ഒരു വലിയ അനുഗ്രഹം അവന് കൊടുക്കുവാനിടയായി തീർന്നു. और इस कारण वह जो है एक बहुत बड़ा आशीष जो है फिनेयास के ऊपर जो है दे देता है। ആ ഭാഗം വായിച്ച് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. और वो हम कलमों को पढ़ के जो है हम उस बात को जो है समाप्त करेंगे। 25-ാം അധ്യായം 10-ാം വാക്യം മുതൽ, പിന്നെ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, ഞാൻ എന്റെ തീഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹരോൻ പുരോഹിതന്റെ മകനായ എലിയാസിന്റെ മകൻ ഫീനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി എന്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടു പോകുമാറാക്കിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവന് എന്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തന്റെ ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവനും അവന്റെ സന്തതിക്കും നിത്യ പൗരോഹിതത്തിന് നിയമമാകുന്നുവെന്ന് നീ പറയണം.
और यहाँ पे जो है परमेश्वर जो है फिनेहास के बारे में ये कहता है, क्योंकि मैं जो है जलजलाहट ना होकर मेरा क्रोध जो है इस्राएली लोगों पर नहीं आया, वो इस कारणवश है क्योंकि फिनेहास ने जो है वो भाले को लेकर मेरा जो क्रोध था, वो क्रोध का जो संहार जो किया, इस वजह से मेरा क्रोध इस्राएली लोगों पर नहीं आया। मैं जो है इससे मैं जो है मेरे सारे शांति के जो है नियम मैं फिनेहास को जो है मैं देता हूँ। ദൈവങ്ങളെ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒത്തിരി ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, വീടുകളോ വസ്തുക്കളോ കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, നമ്മുടെ തലമുറയിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ ഒരു അനുഗ്രഹത്തെ പകരുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമായി അത് മാറ്റപ്പെടുവാൻ കഴിയും. और हो सकता है कि हमारे बच्चों के लिए हम बहुत सारा सोना, संपत्ति या फिर जायदाद हम अगर इकट्ठा नहीं कर पाए तो भी चलेगा, लेकिन परमेश्वर का ये जो अनुग्रह है, अगर ये हम हमारे बच्चों को जो हम अगर दे पाए, तो ये एक बहुत बड़ा आशीष है, एक बहुत बड़ा संपत्ति है। അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്, അത് എന്നേക്കും തലമുറ തലമുറയായി അവന് നീതിയായി എണ്ണിയിരിക്കുന്നു. और इस वजह से जो है गिनती के किताब में हम देख सकते हैं, इस वजह से वो जो है पीढ़ी दर पीढ़ी जो शांति का जो नियम है या फिर शांति का जो कानून है, वो जो है पीढ़ी दर पीढ़ी उसके ऊपर जो है बने रहेगा। രണ്ടോ മൂന്നോ തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും, രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിന് അനുഗ്രഹങ്ങൾ കൈമാറുവാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. और अगर हम हमारे जो है 2-3 पीढ़ियों के लिए जो है अगर हम संपत्ति और जायदाद जो है हम इकट्ठे नहीं कर पाए तो भी चलेगा, लेकिन परमेश्वर की जो बातें हैं, परमेश्वर की जो वचन है, अगर वो हमारे सारे पीढ़ियों को अगर हम बांट देते हैं, तो वो बहुत बड़ा आशीष जो है गिना जाता है। ദൈവങ്ങളെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദൈവം കണക്ക് സൂക്ഷിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. और अगर आपने परमेश्वर के लिए किए गए एक छोटी बात को भी परमेश्वर जो है गिनता है, उसे जो है मूल्य जो है दिया जाता है। അടുത്ത വ്യക്തിയെ കുറിച്ച് നമുക്ക് വേഗത്തിൽ വായിച്ച് നമ്മുടെ വാക്കുകളെ അവസാനിപ്പിക്കാമല്ലോ. और दूसरे व्यक्ति के बारे में हम जल्द से जल्द पढ़ेंगे और अपने बातों को जो है समाप्त करेंगे। അപ്പോസ്തല പ്രവൃത്തികൾ ചാപ്റ്റർ 19 വേഴ്സ് 13. और अपोस्तल के किताब 19वां कलम उसका 13वां वचन ഇവിടെ കാണുകയാണ്, എന്നാൽ ദേശാന്തരികളെ നടക്കുന്ന മന്ത്രവാദികളെ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്നൊരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആര് എന്ന് ചോദിച്ചു. और यहाँ पे हम जो है इन वचनों में हम जो है पढ़ सकते हैं कि जो परमेश्वर की बातों को जो है सुनकर परमेश्वर की बातों को करने वाला एक व्यक्ति, तो उनसे ये सवाल पूछा जाता है कि तुम कौन हो। ഇവിടെ നോക്കണം, 7 പേരുണ്ട്, ഒറ്റയാളുടെ മക്കളാണ്. और यहाँ पे 7 लोग हैं, वो एक व्यक्ति के बच्चे हैं। അവരുടെ പിതാവിനെ കുറിച്ച് നോക്കിയേ, അവര് സ്കേവ എന്ന യഹൂദനായ പുരോഹിതന്റെ മക്കൾ, മഹാപുരോഹിതന്റെ മക്കളായിരുന്നു. और वो जो है स्केवा नामक एक महायाचक का जो है बच्चे थे, ये हम देख सकते हैं। ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും ഇറങ്ങി വരുന്ന ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതന്റെ മക്കൾ പിൽക്കാലത്ത് മന്ത്രവാദികളായി മാറ്റപ്പെട്ടു പോയി. और परमेश्वर का जो शक्यना है या फिर परमेश्वर का जो आलय है जहां पे परमेश्वर उतर आता है, वहां का एक याचक के जो बच्चे हैं, वो जो है कुछ समय बाद जो है जो तांत्रिक बन जाते हैं या फिर तंत्र मंत्र में जो है चले जाते हैं, वैसे हम देख सकते हैं। നോക്കണം, 7 പേരും ഒരുപോലെ ദൈവത്തിൽ അകന്നു പോയി. और 7 बच्चे थे, 7 के 7 जो है परमेश्वर से दूर हो जाते हैं। ഈ ഈ ഈ മക്കളുടെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങളും ചില കാര്യങ്ങൾ പറയുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകണം, ഞങ്ങളെ ആൾക്കാർ ബഹുമാനിക്കണം. और इन बच्चों का जो है एक ही आग्रह था कि हम भी जब कुछ करें तो जो है भूत प्रेत जो है दूर भाग जाए और हम जो बातें जो कहते हैं वो हो। നോക്കണം, അവർ ഒന്നാമതേ അവർ മന്ത്രങ്ങളാണ് ചെയ്യുന്നത്. और पहली बात तो वो लोग जो है तंत्र मंत्र जो है वो लोग जो करते हैं। രണ്ട്, ദേശം മുഴുവൻ നടക്കുകയാണ് അവര്. और दूसरी बात वो पूरे देश भर में वो जो है जा रहे हैं। ഇവരുടെ ആഗ്രഹവും ഇച്ഛകളൊന്നും നല്ലതായിരുന്നില്ല. और इनका जो इच्छा और जो आग्रह था वो भी अच्छी बातें नहीं था। ഇവര് അവിടെ ചെന്ന് പറയുകയാണ്, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു. और ये जो है एक देश में जाके जो है कहते हैं कि पौलोस जो जिस यीशु मसीह के नाम को जो है लेके चल रहे हैं,
उस यीशु मसीह के नाम से मैं तुम्हें जो है मैं प्रॉमिस करता हूँ। അപ്പോൾ യേശുമായിട്ട് ഡയറക്റ്റ് ഒരു ബന്ധവും അവർക്കില്ല. और यीशु मसीह के साथ कोई जो है डायरेक्ट रिश्ता है ही नहीं इनका। അവർക്കൊരു ആഗ്രഹം മാത്രം, ഞങ്ങൾക്കും യേശുവിന്റെ പേരെന്ന് പറയണം, ചില സംഭവങ്ങളുടെ ചില ഭൂതങ്ങളൊക്കെ വിട്ടുപോകണം, ചില അത്ഭുതങ്ങൾ നടക്കണം, ജനങ്ങൾ ഞങ്ങളെ ബഹുമാനിക്കണം. और इनका आग्रह बस खाली इतना है कि हमें भी यीशु मसीह का नाम लेना है, और हम जब कहे तो जो है भूत प्रेत दूर भाग जाए, और हम जो बातें कहते हैं वो सब हो। അപ്പോൾ നോക്കണം, ഒരു 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 വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരാജയമാണ് യേശുവുമായിട്ടൊരു ബന്ധമില്ലാതിരിക്കുകയും യേശുവിന്റെ പേരിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാന്നുള്ളത്. और एक व्यक्ति के जिंदगी में होने वाला सबसे बड़ा एक डिजास्टर है कि हम यीशु मसीह के साथ रिश्ता ना रखें और यीशु मसीह के नाम को जो है गलत तरीके से उपयोग करें। നോക്കുക, യേശു തന്നെ പറഞ്ഞുവല്ലോ, ഞാൻ ഒരു നാൾ നിങ്ങൾ അറിയുന്നില്ല. ആരോടാ പറഞ്ഞത്? അത്ഭുതം ചെയ്തവർ, അടയാളം ചെയ്തവർ, ഭൂതങ്ങളെ പുറത്താക്കിയവർ, രോഗികളെ സൗഖ്യമാക്കിയവർ, ഇവരെല്ലാം യേശുവിന്റെ പേരിലാണ് ചെയ്തത്. പക്ഷേ യേശുവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. और यीशु मसीह खुद कहता है कि मैं तुम्हें नहीं जानता, और ये किन लोगों से कहते हैं? उन लोगों से जिन्होंने आश्चर्य काम किए, भूत प्रेतों को दूर भगाया और बहुत बड़े बड़े प्रोफेसी किए, उन लोगों से, क्योंकि इन्होंने खाली यीशु मसीह का नाम के बल पे जो है ये सब किया, लेकिन यीशु मसीह के साथ इनका कोई रिश्ता नहीं था। നമുക്കറിയാമല്ലോ, ചില സഭകളിൽ ചില ആൾക്കാർ പോകുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്, അല്ലെ? കല്യാണം കഴിക്കണം, ഞാൻ പള്ളിയിൽ പോകുന്നു. और हमने बहुत बार सुना है लोग जो है कोई कलीसिया में इस वजह से जाते हैं क्योंकि उनको जो है शादी करना है। क्यों शादी करना है? इसलिए मैं कलीसिया। മരിച്ചാൽ അടക്കം ഒരു സ്ഥലം വേണം, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നു. और लोगों को ये बोलते हुए भी सुना है कि अगर मैं मर जाऊं तो मुझे दफनाने के लिए जगह चाहिए, इसलिए मैं कलीसिया में जाता हूँ। പലപ്പോഴും നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിലും ഇതുപോലത്തെ മറ്റു പല ചിന്തകളാണ് ദൈവാലയത്തിൽ പോകുന്നതിന് പിന്നിലുള്ളത്. और हम में से कुछ लोग ये बातें नहीं कहते हैं, लेकिन उसके बावजूद हमारे दिलों में भी कभी कभार जो है ये सारे ऐसे ऐसे कुछ कुछ बातें छुपा हुआ है। ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ ദൈവങ്ങളെ, നമ്മൾ ദൈവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പിന്നിൽ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് ചോദിക്കുവാൻ കഴിയണം. और हम हमारे दिलों में शायद ऐसी बातें ना हो, लेकिन जब भी हम कुछ काम करें, क्या मेरा परमेश्वर यीशु मसीह के साथ कुछ रिश्ता है, या फिर मैं यीशु मसीह के साथ कुछ संबंध रखता हूँ? ये हमें खुद से सवाल पूछना है। ഇവര് ഭൂതം പിടിച്ച വ്യക്തിയോട് പറയാണ്, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു. और एक व्यक्ति जिसमें जो है एक बाधा आ जाता है, उस व्यक्ति को जो है ये कहता है कि जो पौलुस जिस यीशु मसीह के नाम से जो है काम करता है, उस यीशु मसीह के नाम से मैं तुमसे वायदा देता हूँ। എന്നാൽ ഭൂതം വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഞാൻ യേശുവിനെ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. लेकिन वहां पे जो ये भूत जो है, या फिर ये जो प्रेत जो है, इस व्यक्ति से जो है पूछता है कि मैं जो है पौलुस को भी जानता हूँ, मैं यीशु मसीह को भी जानता हूँ, लेकिन तुम कौन हो? എന്തൊരു കഷ്ടമാണ്! ദൈവത്തിന് അവരെ അറിയത്തില്ല, പിശാചിനെ അവരെ അറിയത്തില്ല. कितनी कितनी मजाकिया बात है। आप समझ सकते हो कि यीशु मसीह भी इनको नहीं जानते, ना ही जो भूतात्मा है वो भी इनको नहीं जानते। നമ്മുടെ ജീവിതത്തിലെ വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. हमारे जीवन का बहुत बड़ा भाग्य ये है कि यीशु मसीह परमेश्वर हमें जानता है। നോക്കുക, നമ്മൾ മുമ്പേ സാക്ഷികൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നിൽ ഫലം കായ്ക്കുന്ന എല്ലാ കൊമ്പിനെയും അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തി വെടിപ്പാക്കുന്ന ഒരു ദൈവമാണ്. और जो है ऐसे सारे टहनियों को, या फिर ऐसे सारे टहनियों को परमेश्वर क्या करता है, उसको काटता है और साफ करता है ताकि उसमें और ज्यादा फल हो। അപ്പോൾ ദൈവം നമ്മളെ അറിയുന്നു, ദൈവം നമ്മളെ ചെത്തുന്നു, ചില വേദനകൾ തരുന്നു, ചില നിരാശകൾ തരുന്നു, ചില അവസ്ഥകൾ കടന്നു വരുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവം വീണ്ടും 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 ചെത്തി ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. और परमेश्वर हमें जानता है, और परमेश्वर का चाहत हम पे ये है कि हम में ज्यादा फल हो। इस वजह से परमेश्वर हमें ज्यादा दर्द देता है, और परमेश्वर हमें काट के जो है साफ करता है। എന്നാൽ ഈ വ്യക്തികൾക്ക്, പുരോഹിതനായ സ്കേവയുടെ 7 മക്കൾക്കും അവർക്ക് ദൈവത്തെയും അറിയത്തില്ല, പിശാചിനെ പോലും അവരെ അറിയത്തില്ലായിരുന്നു. और जो है स्केवा, जो याचक के जो 7 बेटे हैं, वो उन्हें ना ही परमेश्वर जानता था, ना ही जो प्रेतात्मा है, जो भूतात्मा है, वो भी इन्हें नहीं जानता। Verse 16, പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെല്ലാവരെയും കീഴടക്കി ജയിക്കുകയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. और वो क्या होता है, जिस व्यक्ति पे जो वो प्रेतात्मा जो है होता है, वो क्या करता है, वो इनके ऊपर जो है उछल पड़ता है और इनके ऊपर जीत हासिल कर लेता है, और इनको जो है इधर उधर कुछ घाव आता है, उनके कपड़े फाड़ दिए जाते हैं और वो घर से भाग जाते हैं।
യേശുവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ യേശുവിന്റെ പേര് പറഞ്ഞ് ഷൈൻ ചെയ്യാൻ ശ്രമിച്ച ആൾക്കാർ അവസാനം നഗ്നരായി മുറിവേറ്റവരായി നാണം കെട്ട് ഓടിപ്പോകേണ്ടി വന്നു. और यीशु मसीह के साथ ना ही रिश्ता रखने वाले अगर यीशु मसीह के नाम को अगर उपयोग करें, तो आखिरी में उनके साथ यही होता है कि उनको जो उनके कपड़े फाड़ दिए जाएंगे, उनको इधर-उधर जो है घाव आ जाएंगे और उन्हें भागना पड़ सकता है वहां से। നോക്കണം, അവർ പുരോഹിതന്റെ മക്കളായിരുന്നു. അവരുടെ ജീവിതം പോലും ഒരു നഷ്ടമായി പോകുവാനിടയായി തീർന്നു. आप एक चीज समझे कि वो जो है वो याचक के बच्चे थे, उनका जो पूरा जो जिंदगी है वो एक नष्ट से जो है एक लॉस से भर गया। ഇവിടെ ആരാണ് പരാജയപ്പെട്ടു പോയത്? പുരോഹിതനാണോ പരാജയം, അതോ മക്കളാണോ പരാജയം? അതിനെക്കുറിച്ച് എക്സ്പ്രഷൻ കാണുന്നില്ല എങ്കിലും ഇത് രണ്ടും ഒരു പരാജയമാണ് ദൈവമക്കളെ. ഒരു പുരോഹിതന്റെ മക്കൾ അങ്ങനെ പരാജയപ്പെട്ടു പോയെങ്കിൽ നാമൊക്കെ എത്ര ശ്രദ്ധയോടുകൂടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. और यहाँ पे हम देखें तो क्या ये एक याचक के वजह से ये जो है नुकसान हुआ या फिर उनके बच्चों के वजह से एक नुकसान हुआ, एक एक्सप्लेनेशन यहाँ नहीं दिया है। आप एक चीज समझे, अगर एक याचक के बच्चे अगर इस तरीके से भटक सकते हैं, तो मैं और आप कितने संभल के हमें इस दुनिया में रहना है। അടുത്ത ഭാഗങ്ങൾ വായിച്ച് നമ്മുടെ ഈ ധ്യാനം വേഗത്തിൽ അവസാനിപ്പിക്കാമല്ലോ. और दूसरे एक और भाग को जो है हम पढ़ के आज का मनन जो है हम यहाँ पे समाप्त നമുക്ക് करेंगे। അറിയാവുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തലപ്രവൃത്തികൾ 21-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ഫിലിപ്പോസ് എന്ന വ്യക്തിയെയും തന്റെ മക്കളെ പറ്റിയും കാണുവാൻ കഴിയുന്നു. और अपोस्तल की किताब जो है 21 के 8 में जब हम पढ़ते हैं, तो वहां पे हम फिलिपोस के बारे में हम पढ़ते हैं और उसके बच्चों के बारे में भी हम वहां पढ़ सकते हैं। ഞാൻ ആ ഭാഗം വായിക്കുന്നത്, പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി. 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷന്റെ വീട്ടിൽ ചെന്ന് അവനോട് കൂടെ പാർത്തു. और दूसरे दिन हम वहां से चलकर कैसरिया आते हैं और फिलिपोस सुसमाचार प्रचारक के घर में हम जो है पहुंच जाते हैं। നോക്കുക, ആ വീടിനെ കുറിച്ച് പറയുകയാണ്. അവന് കന്യകമാരും പ്രവചിക്കുന്നതിനുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. और वहां पे हम जो है देख सकते हैं कि उनके जो है 4 बेटियां थी और भविष्यवाणी करती थी। ഈ ഫിലിപ്പോസ് ഒരു സുവിശേഷകനായിരുന്നു. और ये जो है फिलिपोस एक परमेश्वर का एक प्रचारक था അവൻ ദൈവത്തിന്റെ ശക്തിയോടെ പ്രയോജനപ്പെട്ടവനായിരുന്നു. और वो जो है परमेश्वर के बल में जो है उसे काफी उपयोग किया था। അവന്റെ മക്കൾ, അതും 4 പെൺപിള്ളാര്, അവർ അപ്പനേക്കാൾ മിടുക്കരായി മാറ്റപ്പെട്ടു. और उनके जो बच्चे हैं, जो 4 बेटियां हैं, वो जो है उनके पिता से ज्यादा परमेश्वर ने उन्हें उपयोग किया। ഈ സാധാരണയൊക്കെ നമ്മുടെ ചിന്താഗതി അനുസരിച്ച് ഒരു പെൺകുട്ടി ഒരു വീട്ടിലുണ്ടായാൽ തന്നെ അപ്പനമ്മയ്ക്കും പേടിയും തലവേദനയുമാണ്. और हम अगर साधारण तौर से हम अगर देखें, तो अगर एक घर में एक बेटी हो जाता है, तो उनके माता पिता को जो है सरदर्द है। നോക്കണം, അങ്ങനെയുള്ള വീട്ടിൽ ഒന്നല്ല 4 പെൺപിള്ളാര്. और वैसे एक समय में और वैसे एक घर में जो है उस समय पे जो है उनकी 4 बेटियां थी। ഈ 4 പെൺകുട്ടികളും കല്യാണ പ്രായത്തിലേക്ക് എത്തിയ പെൺകുട്ടികളായിരുന്നു ഏറെക്കുറെ. और ये जो 4 जो बेटियां जो थी, वो हम देख सकते हैं कि ये कुंवारी थी और इनका जो है शादी का एक समय जो है उम्र पहुंच चुका था। ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന വ്യക്തികളും ഇവരെ പോലെ തന്നെ അഭിഷക്തന്മാരായിരുന്നു. और इनके घर में जो है आने वाले जो लोग थे, इनके समान ही अभिषेक, परमेश्वर के अभिषेक से भरे हुए लोग थे। യേശു ക്രിസ്തുവിന്റെ കാലത്തിന് ശേഷം സഭയുടെ ഏറ്റവും വലിയ അപ്പോസ്തലനും ഹീറോ എന്ന് പറയുന്ന വ്യക്തിയാണ് പൗലോസ്. അദ്ദേഹം വന്ന് പാർക്കുന്ന ഭവനമായിരുന്നു ഫിലിപ്പോസിന്റെ ഭവനം. और यीशु मसीह के बाद में जो है एक बहुत बड़ा हीरो के समान सम्मानित किया गया एक व्यक्ति था फिलिपोस, और वो आके रहने वाला जो घर था, जो इनका घर। പൗലോസിന് കൂടെ വരുന്നവർ ആരൊക്കെയാണ്? ശീലാസ്, അവൻ പ്രവാചകനാണ്. ബർന്നബാസ് വലിയ പ്രാസംഗികനാണ്. അതുപോലെ തിമോത്തിയോസും തീത്തോസും അവര് പ്രവാചകന്മാരും സഭയുടെ ശുശ്രൂഷകന്മാരുമാണ്. ഇങ്ങനെയുള്ള ഭയങ്കര അഭിഷക്തന്മാരുടെ ഒരു കൂട്ടമാണ് പൗലോസിന്റെ കൂടെ ഈ ഫിലിപ്പോസിന്റെ ഭവനത്തിലേക്ക് വരുന്നത്. और पौलुस के साथ जो लोग जो आते हैं, वो टाइटस और अन्य अभिषेक से भरे हुए जो लोग जो है इनके परिवार में जो है आते हैं, ये हम देख सकते हैं। പിന്നെയും വരുന്ന വ്യക്തിയെ കുറിച്ച് 10ാം ഭാഗത്തിൽ കാണുന്നു. അഗബാസ് ഒരു പ്രവാചകൻ അവിടേക്ക് വരുന്നു. और वहां पे एक प्रचारक जो है अगबास नामक एक प्रचारक जो है वहां पर आते हैं। ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്നവരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും. और आपको मैं एक चीज बताना चाहता हूँ कि अगर आप प्रार्थना करने वाले या फिर याचना करने वाले एक व्यक्ति हो, तो आपके घर में भी ऐसे ही लोग आएंगे। നിങ്ങൾ ദൈവകൃപയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്നവരും അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയായിരിക്കും. और अगर आप परमेश्वर के अभिषेक से भरे हुए अगर एक व्यक्ति हो, तो आपके घर में भी परमेश्वर के अभिषेक से भरे हुए लोग ही आएंगे। നിങ്ങൾ ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരും
ദൈവിക കൃപകൾ ഏറ്റെടുക്കുന്നതിനുമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ വീട്ടിൽ വരുന്നവരെല്ലാം അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയായി മാറ്റപ്പെടും. और अगर आप एक ऐसे व्यक्ति हो जिसको जो परमेश्वर के कामों को ज्यादा जो है स्थान देते हैं, तो उस समय पे आपके घर पे आने वाले लोग, आपके घर पे आने वाले दोस्त भी ऐसे ही होंगे जो परमेश्वर के कामों को ज्यादा जो है स्थान दे। അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് വേണ്ട ആത്മീക ബന്ധങ്ങൾ ദൈവം കൂടുതൽ കൂടുതൽ നൽകി തരുവാനിടയായി തീരും. तो अगर आप पारिवारिक तौर से परमेश्वर से कितने निकट हो, वही देखकर परमेश्वर आपके जो संबंध है या फिर आपके जो दोस्त है वो भी उसी तरीके से देंगे, ताकि आप परमेश्वर से और ज्यादा निकट आ सको। നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് കാണുന്ന വ്യക്തിയാണോ നിങ്ങളുടെ കൂട്ടുകാർ എപ്പോഴും അങ്ങയുടെ വ്യക്തികളുടെ മാത്രമായിരിക്കും. और अगर आप एक ऐसे व्यक्ति हो जो हमेशा नेगेटिव्स और गलत बातों को जो है ढूंढ के निकालने वाले एक व्यक्ति हो, तो आपके दोस्त भी उसी तरीके से होंगे। അല്ലാത്ത വ്യക്തികളുമായി ഒരിക്കലും ബന്ധപ്പെട്ടു പോകാൻ കഴിയത്തില്ല. और दूसरे लोगों के साथ कभी आप रिश्ते ना ही संबंध आप रख पाओगे। നിങ്ങൾ എപ്പോഴും കുറ്റം പറയുന്ന വ്യക്തിയാണോ, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് മാത്രം നെഗറ്റീവ് പറയുന്ന വ്യക്തിയാണോ, ദൈവങ്ങളെ അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ നിങ്ങൾ ബന്ധപ്പെടുകയുള്ളൂ, അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ കുടുംബത്തിലും കയറി വരികയുള്ളൂ. അതൊരു വലിയ ഡേഞ്ചർ ആണെന്ന് കൂടെ മനസ്സിലാക്കണം. और अगर आप एक ऐसा व्यक्ति हो कि जो दूसरों की गलतियों को जो है बताए या फिर दूसरों की गलत बातों को जो है चुनकर या फिर पॉइंट आउट करके दिखाने वाले अगर आप एक व्यक्ति हो, तो आपके घर पे आने वाले लोग भी वैसे ही होंगे, आपके दोस्त भी उसी तरीके से जो है बनेंगे। ഞാൻ പലപ്പോഴും ചിന്തിച്ചു, 4 പെൺകുട്ടികളുള്ള ഈ ഭവനത്തിലേക്ക് ഇത്രയും പുരുഷന്മാർ കയറി വരുമ്പോൾ ഒരു പ്രശ്നവും ഫിലിപ്പോസില്ല. കാരണം അവനറിയാം എന്റെ പെൺകുട്ടികൾ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ്. आप एक चीज समझे कि 4 कुंवारी जो है पुत्रियां थी और 4 जो है लड़कियां रहने वाली एक घर में इतने सारे जब लोग आते हैं, तो उस समय पे जो है उसको कोई डर नहीं था, क्योंकि वो जानता था कि परमेश्वर का अभिषेक मेरी बच्चियों पे है या फिर मेरी बेटियों पे है। ആരെങ്കിലും വരുന്നവരോട് ഒളിച്ചോടി പോകുമോ എന്ന് പേടിയൊന്നും ഫിലിപ്പോസിനില്ല. और फिलिपोस को जो है इस बात का कोई जो है डर नहीं है कि मेरी बेटियां जो है आए हुए किसी लड़के के साथ या फिर आए हुए किसी लोगों के साथ जो है भाग जाएगी। കാരണം വചനം പറയുന്നു ആ മക്കൾ പെൺപിള്ളേരെ 4 പേരും പ്രവചിക്കുന്നവരായിരുന്നു. और जो है वचन साफ तौर से बताता है कि वो जो 4 जो बेटियां थी या फिर 4 जो पुत्रियां थी, वो भविष्यवाणी करने वाली व्यक्ति थी। കാലുകുത്തുമ്പോൾ ഒരുത്തൻ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ ശരീരഭാഷ കാണുമ്പോൾ അവർക്ക് ദൈവത്തിന് വെളിപ്പാടുണ്ടാകും അവന്റെ ഉള്ളിരിക്കുന്ന സ്വഭാവം എന്താണെന്നുള്ളത്. और अगर कोई एक व्यक्ति उनके घर पे जब प्रवेश करते थे, एक कदम रखते थे, उनके मुंह के ओर जब देखते थे, तो जो है पवित्र आत्मा जो है उनके दिलों से उनसे साफ तौर से बताते थे कि इसका उद्देश्य क्या है। നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമോ അവർ ദൈവത്തിന്റെ കൃപകൾ ഏറ്റെടുക്കുന്നതിനായി മാറ്റപ്പെടണം. अगर हमारे बच्चों को जो है आशीषों से भरना है, तो वो परमेश्वर की कृपा से पहले उन्हें भर दे। നിങ്ങൾ അറ്റ്ലീസ്റ്റ് രഹസ്യമായിട്ടെങ്കിലും പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ കുഞ്ഞ് പ്രവചിക്കുന്നതിനായി മാറ്റപ്പെടണമേ, എന്റെ കുഞ്ഞ് വെളിപ്പാട് കാണുന്നതിനായി മാറ്റപ്പെടണമേ, എന്റെ കുഞ്ഞ് കർത്താവ് ദർശനങ്ങൾ കാണുന്നതിനായി മാറ്റപ്പെടണമേ, എന്റെ കർത്താവെ കുഞ്ഞുങ്ങള് അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാനുള്ള കൃപ തരണമെന്ന് രഹസ്യമായിട്ടെങ്കിലും പ്രാർത്ഥിക്കാനുള്ള തയ്യാറാവണം. और आप मिनिमम सीक्रेटली प्रेयर करना आप शुरू कर दे कि मेरे बच्चे जो है भविष्यवाणी करने वाले बच्चे बने, मेरे बच्चे जो है प्रोफेसीज, और मेरे बच्चे जो है दर्शन देखने वाले जो है बच्चे के समान मेरे बच्चे जो है बन जाए। आप सीक्रेटली तो प्रेयर करना आप शुरू कर दे। റോമാലേഖനം പൗലോസ് എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒത്തിരി പേരോട് പുള്ളി നന്ദി പറയുകയാണ്. ഈ നന്ദി പറയുമ്പോൾ ഒരു പകുതിയോളം പേരുടെ പേരുകൾ സ്ത്രീകളുടെ പേരാണ്. അവരെങ്ങനെ ദൈവത്തിനു വേണ്ടി നിന്നു, എങ്ങനെ പ്രയോജനപ്പെട്ടു, അതിനെക്കുറിച്ച് പറഞ്ഞുമാണ് പൗലോസ് റോമാലേഖനം എഴുതി അവസാനിപ്പിക്കുന്നത്. और पौलुस जब रोमियो का किताब जब लिख के जो है वो समाप्त करता है, तो वो आखिरी कुछ कलमों में जो है बहुत सारे लोगों से वो जो है धन्यवाद, शुक्रिया जो है ऐसे वचनों को हम देख सकते हैं। उनमें से बहुत सारे व्यक्ति जो है स्त्री थी, बहुत सारे व्यक्ति औरतें थी, हम देख सकते हैं। നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ റോമാലേഖനം 16 വായിച്ചു നോക്കണം. എത്ര സ്ത്രീകളോടാണ് പൗലോസ് നന്ദി പറയുന്നത്, അവരെങ്ങനെ ശോഭിച്ചു എന്നും കൂടെ താൻ എഴുതി വെക്കുവാനിടയായി തീർന്നു. और जो है रोमियो का किताब आप 16वां कलम आप चैप्टर अगर पूरा पढ़े तो देख सकते हैं पौलुस कितने सारे स्त्रियों से जो है शुक्रियादा कहते हैं और परमेश्वर ने उन स्त्रियों को किस तरीके से उपयोग किया। ദൈവങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപ പ്രാപിച്ചവരാണെങ്കിൽ, അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ, അന്യഭാഷ പറയുന്നതിനാണെങ്കിൽ, ദൈവിക ദർശനങ്ങൾ കാണുന്നതിനാണെങ്കിൽ, അവർ ലോകത്തിന്റെ ഏത് കോണിലും പോകട്ടെ, അവർ ഒരിക്കലും വഴിതെറ്റി പോകത്തില്ല. കാരണം ദൈവ സാന്നിധ്യം അവരുടെ മേൽ വഹിക്കുന്നുണ്ട്.
और अगर आपकी बेटियों पे अगर परमेश्वर का अभिषेक है, अगर परमेश्वर का कृपा अगर आपके बेटियों पे उंडेल दिया गया है, तो वो इस दुनिया के कोई भी कोने में वो चले जाए, वो गलत कामों में नहीं फंसेंगी। आप ये चीजों को जो है आप समझ लें। കാരണം യോബേൽ പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ അയക്കും. और योएल के जो याचक जो कहते हैं कि आखिरी समय में मैं हर एक व्यक्तियों पे जो है मैं मेरा परमेश्वर पवित्र आत्मा को जो है मैं भर दूंगा। അവിടെ ദൈവത്തിനാലോ പറയുന്നു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. और वहां पे पवित्र आत्मा कहता है कि पुत्र और पुत्रियां जो है भविष्यवाणी करेंगी നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. और तुम्हारे युवान व्यक्ति जो है दर्शनों को जो है देखेंगे। ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ദർശനങ്ങൾ കാണേണ്ടത്, രാത്രിയിൽ കാണേണ്ടത് ആന ഓടിക്കുന്നതോ പാമ്പ് കൊത്താൻ വരുന്നതോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വപ്നങ്ങളും ദർശനങ്ങളൊന്നും അല്ല, ദൈവീക ദർശനങ്ങൾ തന്നെ കാണുവാൻ നമുക്ക് കഴിയണം. और अब जब रात को जब सोते हो तो ऐसे दर्शन ना देखे कि मुझे मेरे पीछे जो है हाथी पड़ा है, मुझे सांप काटने आ रहा है या फिर मुझे कुत्ता दौड़ा रहा है काटने के लिए। ऐसे ऐसे सपने और ऐसे ऐसे दर्शन आप जो है ना देखे, वो असली दर्शन होने चाहिए। ഇങ്ങനെയുള്ള ദർശനങ്ങൾ കാണുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പലരും പറയാറുണ്ട്, പാമ്പ് കൊത്താൻ വരുന്ന കാണുന്നു, ആന ഓടിച്ചു, കുഴിയിൽ വീണു, എന്തൊക്കെ ദർശനങ്ങളാ. ഗുജറാത്തിലുള്ളവരെ കണ്ടെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കേരളത്തിലെ ആൾക്കാര് നിങ്ങൾ ഒത്തിരി ദർശനം കാണുന്നുണ്ട്. പക്ഷേ ദൈവമക്കളെ, ഇതല്ല ദർശനം, ഇതല്ല വെളിപ്പാട്. വെളിപ്പാടുകളും ദർശനങ്ങളും മറ്റാണ് നമ്മൾ തിരിച്ചറിയണം. और मैं आपसे कहना चाहता हूँ कि मैंने बहुत लोगों को बोलते हुए सुना है, मुझे जो है मुझे हाथी ने दौड़ाया, मेरे पीछे सांप मुझे काटने के लिए दौड़ा। ये सब ये दर्शन नहीं है, ये ना ही भविष्यवाणी है। भविष्यवाणी और प्रोफेसी और दर्शन जो है एक अलग ही बात है। നിങ്ങളുടെ ചിരി കാണുമ്പോൾ അറിയാം നിങ്ങൾ പലപ്പോഴും ഇത് കണ്ടിട്ടുള്ളവരാണ്. വല്ലപ്പോഴൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളെ, ഇതല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് സ്വർഗീയ ദർശനങ്ങളാണ്, സ്വർഗീയ വെളിപ്പാടുകളാണ്. आपकी जो हंसी है उसकी उससे मैं समझ सकता हूँ कि कभी कभार आपने भी ऐसे ऐसे बातों को जो है सपने में देखा होगा, क्योंकि मैंने खुद ने जो है ऐसे मैंने सपने और ऐसे दर्शन जो है मैंने देखे। എക്സാമുകൾ വരുമ്പോൾ പരാജയത്തിന്റെ ഭീതി, ഞാൻ പരാജയപ്പെടും, ഇല്ലെങ്കിൽ എന്റെ ഭാവി നഷ്ടമായി പോകും, ഈ ഒരു ഭീതി ഒന്നുമല്ല നമ്മുടെ തലമുറയിൽ പകരപ്പെടേണ്ടത്. വചനം പറയുന്നു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രവചിക്കണം, തമ്മിൽ തമ്മിൽ പ്രവചിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവചന ശബ്ദങ്ങൾ വെളിയിലേക്ക് വരണം, ദർശനങ്ങൾ കാണണം, വെളിപ്പാടുകൾ കാണണം. ദൈവം ചെയ്യാൻ പോകുന്നത്, കുടുംബങ്ങളിൽ വരുവാൻ പോകുന്നത്, ദൈവം ഒരുക്കി വെക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ദർശനം കാണുവാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ എന്ന് നമ്മൾ പ്രായഭേദമന്യേ എല്ലാവരും പ്രാർത്ഥിക്കുവാനിടയായി തീരണം. और जब परीक्षा जब नजदीक आता है तो हमें हार जाने का जो डर है और हमारा फ्यूचर खत्म हो जाएगा उस तरीके का जो डर है, वो सब जो है दूर हो जाए। हमें जो है भविष्यवाणी करना है, हमारे परिवार के अंदर क्या होने वाला है वो हमें भविष्यवाणी करना है, और हमारे जो है होने आगे क्या होने वाला है उससे जो है वो हम पहले ही जो हम देख ले और उसकी तैयारी जो है हमें करना है। യോവേൽ പ്രവാചകൻ പ്രവചിച്ചത് ഫിലിപ്പോസിന്റെ ഭവനത്തിൽ പൂർത്തീകരിക്കപ്പെടുവാനിടയായി തീർന്നു. और योएल के याचक ने जो भविष्यवाणी जो देखा था वो फिलिपोस के घराने में या फिर फिलिपोस के घर में जो है होते हुए हम देख सकते हैं। യോവേൽ പ്രവാചകന്റെ പ്രവചനങ്ങൾ റോമാലേഖനം 16 പറയുന്ന പല കുടുംബങ്ങളിലും പൂർത്തീകരിക്കപ്പെടുവാനിടയായി തീർന്നു. और रोमियो के किताब जो 14वां जो चैप्टर है उसके अंदर जो योएल जो याचक जो कहता है या फिर जो भविष्यवाणी जो करता है वो किस किस घरानों में किस किस परिवारों में होते हैं वो हम देख सकते हैं। സഭയുടെ ആരംഭം മുതൽ യോവേൽ പ്രവാചകന്റെ ദർശനങ്ങൾ സഭയിൽ പൂർത്തീകരിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. കർത്താവേ, എന്റെ കുടുംബത്തിലും എന്നിലും അത് സംഭവിച്ചു തുടങ്ങണമേ എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. और कलीसिया के शुरुआत से जो याचक जो है जो भविष्यवाणी जो करते हैं वो होते हुए हमने देखा है, तो हमें भी जो है प्रार्थना करना है कि हे परमेश्वर वो भविष्यवाणी मेरे परिवार में भी हो। ഇന്ന് പകൽക്കാലം നമ്മളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാമല്ലോ. और इस सुबह के समय हम सब जो है परमेश्वर के हाथों में हम अपने आप को समर्पण करेंगे और जो है हम प्रार्थना करेंगे। നഷ്ടപ്പെട്ടു പോയ ഒരു ഏരിയയെ കുറിച്ചും തന്റെ കുടുംബത്തെ കുറിച്ചും കേൾക്കുവാനിടയായി തീർന്നു. और जो है खत्म कर दिया गया या फिर नष्ट हो गया एक एली और उसके घराने के बारे में आज हमने सुना। ദൈവത്തിന് വേണ്ടി അഭിഷക്തനായ അഹരോനെ കുറിച്ചും അവരുടെ കൊച്ചുമകനെ കുറിച്ചും കേൾപ്പാൻ നമുക്ക് ദൈവം ഇടയാക്കി തീർത്തു. और परमेश्वर से जो अभिषेक से भरा हुआ हारून और उसके पोते के बारे में हमने आज सुना। 7 മക്കളും ഒരുപോലെ നഷ്ടപ്പെട്ടു പോയ സ്കേവ എന്ന പുരോഹിതന്റെ കുടുംബത്തെ കുറിച്ച് കേൾപ്പാനിടയായി തീർന്നു. और स्केवा जो याचक था और उसके 7 जो बच्चे थे वो एक साथ जो है नष्ट हो गए, वो भी आज हमने सुना। അവസാനമായി 4 പെൺകുട്ടികൾ പ്രവചിക്കുന്ന
ഭക്തന്മാർ വന്ന് വസിക്കുന്ന അഭിഷക്തനായ ഒരു കുടുംബത്തെ കുറിച്ച് ഇന്ന് നമുക്ക് കേൾപ്പാനിടയായി തീർന്നു. और हमने जो है आखिरी में 4 बेटियों के बारे में सुना, जो भविष्यवाणी जो करने वाली 4 बेटियों के बारे में हम सुना। अभिषेक से भरे हुए लोग आकर रहने वाले एक घर के बारे में और अभिषिक्त एक परिवार के बारे में हमने जो है सुना। ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ കുടുംബം ഒരു അഹരോന്റെ കുടുംബം പോലെ ആയിത്തീരുവാൻ സഹായിക്കണമേ. എന്റെ കുടുംബം ഫിലിപ്പോസിന്റെ കുടുംബം ആയിത്തീരുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. और आज हमें जो है प्रार्थना करना है कि हे परमेश्वर, मेरे घर को तू हारून के घर के समान और फिलिपोस के घर के समान परमेश्वर मेरे घर को तू बना दे। കർത്താവേ എന്നെ ഒരു ഫീനഹാസിനെ പോലെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവേ എന്റെ കുടുംബത്തിലും കർത്താവേ ഫിലിപ്പോസിന്റെ മക്കളെ പോലെ ആയിത്തീരുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. और हमें जो है प्रार्थना करना है कि हे परमेश्वर, तू मुझे भी जो है फिनेयास के समान जो है खड़ा कर दे। मेरे में अंदर भी परमेश्वर वो अभिषेक भर दे और फिलिपोस के जो बेटियां हैं उसके समान परमेश्वर मेरी बेटियां जो है बन जाए। നഷ്ടപ്പെട്ടു പോയ, കണ്ണുനീർ വീണ, നിരാശകൾ കടന്നു വന്ന ഏലിയുടെയോ സ്കേവയുടെയോ കുടുംബം പോലെ ആയി തീരരുത് എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. और नष्ट हो गया, निराशा भर गया और काफी आंसू जो है गिरे हुए परमेश्वर एली और स्केवा के जो घराने हैं उस समान मेरे घर को तू ना बना। ഇന്ന് പകൽ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു പ്രവചന നിവൃത്തിക്ക് വേണ്ടി, വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. और इस समय जो है अपने परिवार को जो है परमेश्वर के सामने रखकर एक वायदे का एक पूर्तिकरण जो है हो, इसलिए जो है हमें प्रार्थना करना है। ദൈവത്തെ നിന്ദിച്ച, ആത്മീയ കാര്യങ്ങളെ നിന്ദിച്ച, ദൈവമായി ബന്ധം നഷ്ടപ്പെടുത്തിയ, അകൃത്യത്തിലൂടെ കടന്നുപോയ ഏലിയുടെ മേലും അവന്റെ കുടുംബത്തിന്റെ മേലും ദൈവിക ന്യായവിധികളും, സ്കേവയുടെ മക്കൾ അവർക്ക് പ്രശസ്തിയായിരുന്നു വലുത്, യേശുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു, അവരുടെ മേൽ നിരാശകളും ദുഃഖങ്ങളും ലജ്ജയും വന്ന പോലെ കർത്താവെ അതൊക്കെ മാറിയപ്പോൾ കൃപ എന്റെ മേലും എന്റെ കുടുംബത്തിന് മേലും പകരണമേ എന്ന് നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. और हमें एकजुट होकर प्रार्थना करना है, जो एली का जो घराना है जो परमेश्वर से जो दूर हो गया और उनके घराने के ऊपर जिस तरीके से परमेश्वर का क्रोध उतर आया, और स्केवा जो याचक है उनके बच्चे बस खाली लोकप्रिय होना चाहते थे, इस वजह से वो परमेश्वर का नाम उपयोग कर रहे थे। तो जिस तरीके से उन्हें जो है शर्मिंदगी जो देखना पड़ा, वैसे शर्मिंदगी और वैसा क्रोध परमेश्वर मेरे परिवार पे तू मत उतारना परमेश्वर। तेरे अभिषेक से, तेरे कृपा से परमेश्वर तू मेरे परिवार को भर दे परमेश्वर। ये हमें जो है आज प्रार्थना करना है। നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് അല്പസമയങ്ങൾ ദൈവിക സന്നിധിയിൽ ചെലവഴിപ്പാൻ സ്വർഗം ഒരുക്കി നൽകി തന്ന അനുഗ്രഹമേറിയ അവസരത്തിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനോ അങ്ങ് സ്തുതിപ്പാനോ മഹത്വപ്പെടുത്തുവാനൊക്കെ സ്വർഗം സഹായിച്ചു. ഒരു പ്രാവശ്യം കൂടി കർത്താവേ, രോഗത്താലും ക്ഷീണത്താലും ഭാരപ്പെടുന്ന ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. മാത്യങ്ങളുടെയും മോളമാരിയുടെയും മോവിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണം. നാളെ ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം കർത്താവെ നോർമലാണെന്ന് അറിയുവാൻ സ്വർഗം സഹായിക്കണം. അരുണാനിക്ക് വേണ്ടിയും പ്രദീപങ്ങൾക്ക് വേണ്ടിയും പാരസിന് വേണ്ടിയും സുന്ദർശിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന 4 പേരെയും പൂർണ്ണമായും വിടുവിക്കുകയും ആരോഗ്യവും ബലവും കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവെ. പ്രാർത്ഥന പേരും ദൈവകൃപകൾ പകരണമെന്നും പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ചുറ്റുപാടിന്റെ പല സഭകളില് ഞങ്ങൾക്കറിയാവുന്ന പല ദേവാസന്മാര്, പല വിശ്വാസികൾ പലരും കർത്താവെ ഈ ദിവസം കർത്താവ് രോഗത്തിലും വേദനയിലുമായിരിക്കുന്നു. അവരെല്ലാം കർത്താവ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ വേദനയായിരിക്കുന്ന പല കുടുംബങ്ങളുണ്ട് കർത്താവെ, അവരെല്ലാം കർത്താവ് അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പട്ടണം, ഞങ്ങളുടെ സംസ്ഥാനം, ഞങ്ങളുടെ രാജ്യം ദൈവത്താൽ സൗഖ്യമാകേണ്ടതിന് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളെല്ലാം കർത്താവെ സഭയിലെ വിശ്വാസ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളുമേലും ദൈവ സാന്നിധ്യം പകരണം കർത്താവെ. കൊച്ചുവചനങ്ങൾക്ക് വേണ്ടി, കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി, സഹോദരന്മാർക്ക് പ്രായമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും യേശുവിന്റെ രക്തവളപ്പിൽ ഞങ്ങളെല്ലാം സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യോബിന് ചുറ്റും വേലി കെട്ടി ദൈവം പരിപാലിച്ചതുപോലെ സാത്താൻ കടന്നു വരുവാൻ കഴിയാതെ വണ്ണം വേലി കെട്ടി ദൈവം ഞങ്ങളെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സക്കറിയാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ അവർക്ക് ചുറ്റും തീ മതിലായിരിക്കും എന്നുള്ള വചനപ്രകാരം ഒരു വൈറസും ബാധയും കടന്നു വരാതെ വണ്ണം ദൈവം തന്നെ ഞങ്ങൾക്ക് ഏവർക്കും ഒരു തീ മതിലായി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച മുഴുവൻ കർത്താവിന്റെ മക്കൾ സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങളെയും ദൈവം നിയന്ത്രിക്കണം, പരിപാലിക്കണം. രോഗങ്ങൾ, ക്ഷീണങ്ങൾ, അനർത്ഥങ്ങൾ, മരണങ്ങൾ കടന്നു വരാതെ ഏവരെയും യേശുവിന്റെ രക്തവളപ്പിൽ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കേട്ട വചനം പോലെ നഷ്ടപ്പെട്ടു പോകുന്നതിനായിട്ടല്ല, ദൈവകോപം വിളിച്ചു വരുത്തുന്നതിനായിട്ടല്ല, ദൈവത്തെ നിന്ദിക്കുന്നതിനായിട്ടല്ല, ആലയത്തെ കർത്താവ് ദുഷിപ്പിക്കുന്നതിനായിട്ടല്ല. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, സ്കേവയുടെ മക്കളെ പോലെ ദൈവമായിട്ട് ബന്ധമില്ലാതെ നടക്കുന്നതിനായിട്ടല്ല കർത്താവേ, മറിച്ച് കർത്താവേ ഹല്ലേലൂയ ഫീനഹാസിനെ പോലെ
അഹരോനെ പോലെ എലിയാസിനെ പോലെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം വഹിക്കുന്നവരായി മാറുവാൻ, ഫിലിപ്പോസിനെ പോലെയും പെൺകുട്ടികളെ പോലെയും ദൈവ കൃപകൾ ഏറ്റെടുക്കുന്ന തീരുവാൻ അടിയങ്ങളെയും അടിയങ്ങളുടെ മുഴു കുടുംബാംഗങ്ങളെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോരുത്തരെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗം ചൊരിയുന്ന എല്ലാ നന്മകൾക്കും നന്ദി കർത്താവേ. ശരീര ക്ഷീണമുള്ളവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവേ, ഉദരഫലം വഹിക്കുന്ന കർത്താവ് ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് ശിശുക്കായി പറഞ്ഞ കർത്താവ് അനുഗ്രഹിക്കണം. ഉദരഫലത്തിമേ ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കർത്താവ് എല്ലാ കുടുംബവിശ്വാസികൾക്കായി സ്തോത്രം. കർത്താവെ, മറ്റ് സ്റ്റേറ്റുകളായിരിക്കുന്നവർ, വിദേശങ്ങളായിരിക്കുന്നവർ, കർത്താവെ ഹാലലിയ, വ്യത്യസ്തമായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു. സകലരെയും യേശുവിന്റെ രക്തവളപ്പിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രം മുഴുവൻ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാക്കി മാറ്റണം, നന്മയുടെ ദിവസങ്ങളാക്കി മാറ്റണം. കർത്താവെ, കടന്ന് കർത്താവ് മീറ്റിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കായി സ്തോത്രം. അവരുമേലും ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപകൾ ദൈവം ധാരാളമായും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും പൂർണ്ണമായും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. സകല നന്മകൾക്ക് നന്ദി പറയുന്നപ്പാ. സമസ്ത പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഏവരോടും കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിലെയും ഇരിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ നമ്മൾ അനുകരിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.